അൽഹംദുലില്ലാ, നമ്മുടെ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളം ഉസ്താദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറേ ആൾ സലാം അടക്കിയിട്ടില്ല എന്നൊരു തോന്നല്. അസ്സലാമു അലൈക്കും. സൗണ്ട് ഇല്ലേ? ബാക്ക് സൗണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم. يا رب إن عظمت ذنوبي كثرة ولقد علمت بأن عفوك أعظم ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم إن كان لا يرجوك إلا محسن فمن الذي يدعو ويرجو المجرم. ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ലോകൈക ഗുരു സയ്യിദുൽ വജൂദ് അസ്സാദിഖുൽ മസ്തൂഖ് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ ഈ പ്രദേശത്ത് ഒത്തുകൂടാനും അല്പസമയത്ത് നിങ്ങളോടൊത്ത് ചെലവഴിക്കാനും അവസരം ഒരുക്കിയ അല്ലാഹുവെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. സുദീർഘമായ ഒരു ഭാഷണത്തിൻ്റെ സമയമല്ല, എന്നാലും ഹബീബിൻ്റെ പേരിലുള്ള ഈ ഒത്തുകൂടൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അല്പസമയം നിങ്ങളോടൊത്ത് ചെലവഴിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകത്ത് നാം പല ആളുകളെയും ഓർക്കാറുണ്ട്, പറയാറുണ്ട്, സ്മരിക്കാറുണ്ട്. നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും നാഷണൽ ഡേയോടനുബന്ധിച്ച് ആ രാജ്യത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളെ ഓർക്കാറുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വ്യത്യസ്ത ശാസ്ത്രശാഖകളെ അധികരിച്ചുള്ള അതിൻ്റെ നേതൃത്വങ്ങളെ സ്മരിക്കാറുണ്ട്. ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ അഥവാ ഇസ്ഹാഖ് നെയ്റ്റ്യൂൺ, അതാണ് ശരിയായ ബേസിക്കലി നെയിം അതാണ്. ഇസ്ഹാഖ് നെയ്റ്റ്യൂൺ എന്ന് പറയുന്ന ഐസക് ന്യൂട്ടനെ നാം ഓർക്കുന്നു. സ്കൂളിൻ്റെ മതിലിലിരിക്കുന്ന സമയത്ത് തലയിലേക്ക് ഒരു ആപ്പിൾ വീണപ്പോൾ അത് മുകളിലോട്ട് പോവാതെ താഴോട്ട് വീഴാൻ കാരണം എന്താണ് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാം വലിക്കുന്നു എന്നും ആ ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇൽമ് കിട്ടിയത് അങ്ങനെയാണ് എന്നും അന്നൊരു ചക്കയാണ് വീണതെങ്കിൽ ആ ഇൽമ് കിട്ടൂല എന്നുമൊക്കെയാണ് പറയാറുള്ളത്. ഏതായിരുന്നാലും അയാളെ നമ്മൾ ഓർക്കുന്നു, ഗാന്ധിജിയെ ഓർക്കുന്നു. ഇവിടെയാകുമ്പോൾ ഇവിടുത്തെ രാജ്യത്തിൻ്റെ മർഹൂം സുൽത്താൻ ഖാബൂസ് എന്നവരെ ഓർക്കുന്നു.
അങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ വ്യത്യസ്ത ആളുകളെ ഓർക്കാറുണ്ട്. ചില ആളുകളെ നിത്യവും നമ്മൾ പറയാറുണ്ട്. ഒരു ഫോൺ വന്ന ആദ്യമായി നമ്മൾ ഹലോ എന്ന് പറയും. ഈ ഹലോ എന്ന് പറഞ്ഞാൽ മാർഗരറ്റ് ഹലോ എന്ന പെണ്ണിൻ്റെ പ്രധാന പേരാണ്. ഫോൺ കണ്ടുപിടിച്ച ഗ്രഹാംബൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാമുകിയായിരുന്നു, ഗേൾ ഫ്രണ്ട് ആയിരുന്നു മാർഗരറ്റ് ഹലോ. ആദ്യമായി ഫോൺ കണ്ടുപിടിച്ച ഉടനെ ആ ഫോൺ സക്സസ് ആയോ ഇല്ലേ എന്നറിയാൻ വേണ്ടി വിളിച്ചത് ഇയാൾക്കാണ്. ഈ മാർഗരറ്റ് ഹലോ എന്ന പെണ്ണിനെ ഹലോ എന്ന് വിളിച്ചു. പാത്തുവോ എന്ന് വിളിക്കും പോലെ ഹലോ എന്ന് വിളിച്ചു. ആ വിളി അന്ന് തുടങ്ങി വെച്ചത് ദിവസവും 10 ഫോണ് വന്നാൽ 30 പ്രാവശ്യം ചൊല്ലല് സുന്നത്തുണ്ട്. ഹലോ എന്നുവെച്ചാൽ കിതാബ് പറഞ്ഞ സുന്നത്തല്ല, സാധാ നമ്മളത് ഈ റേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ അങ്ങേ തലക്കിലുള്ള ആളുടെ ഇതിനനുസരിച്ച് നമ്മൾ അത് കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊരു പെണ്ണിന്റെ പേരാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പലരെയും പരാമർശിക്കാറുണ്ട്, ഒക്കെയുണ്ട്. എന്നാൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി തങ്ങളെ നാം പരാമർശിക്കുന്നു, ഓർക്കുന്നു. ഗാന്ധിജിയെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക പിക്ചർ, അതല്ലെങ്കിൽ ഒരു പ്രതിമ ഓർമ്മ വരും. ശിശുദിനമെത്തുമ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓർക്കുന്ന സമയത്ത് അങ്ങനെ ഓർമ്മ വരും. എന്നാൽ ഒരു പിക്ചറോ ഒരു ഫോട്ടോയോ ഒരു പ്രതിമയോ ഇല്ലാതെ സ്മരിക്കപ്പെടുന്ന നേതാവാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? അവിടുന്ന് പ്രപഞ്ചത്തിന്റെ പ്രമേയമാണ്, ലോകത്തിന്റെ അത്താണിയാണ്, സൃഷ്ടികളുടെ എല്ലാമാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ صلي وسلم دائما أبدا. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുകയും പ്രകീർത്തിക്കപ്പെടുകയും ഈ ലോകത്തിന് വേണ്ട എല്ലാം സൃഷ്ടാവിൽ നിന്ന് വാങ്ങി വരികയും സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് അമ്പിയാക്കൾക്ക് പരിസമാപ്തി കുറിച്ച് ഈ ലോകത്ത് നമുക്ക് മാതൃകയായ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വമായ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ത ഉമ്മുൻ അം ആബു മറഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي الصلاة. ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് നബി തങ്ങളോടാണ്. നമ്മുടെ ശരീരത്തിൽ 2 വിധത്തിലുള്ള ഓർഗാൻസുകളാണ്. ഒന്ന് ഫീമെയിൽ സെൻട്രിക് ഓർഗാൻസ്, ഒന്ന് മെയിൽ സെൻട്രിക് ഓർഗാൻസ്. എന്ന് വെച്ചാൽ പുരുഷ കേന്ദ്രീകൃത അവയവങ്ങൾ, മറ്റൊന്ന് സ്ത്രൈണ കേന്ദ്രീകൃത അവയവങ്ങൾ. നമ്മുടെ ഏറ്റവും വലിയ ഓർഗാനായ നമ്മുടെ സ്കിൻ, നമ്മുടെ ഈ തൊലിയും നമ്മുടെ ബോൺസ്, നമ്മുടെ എല്ലുകൾ, ഇത് ബാപ്പയുടെ സംഭാവനയാണ്. എന്ന് വെച്ചാൽ ബാപ്പയുടെ സ്പേം അഥവാ ബീജഗണങ്ങൾ, 400 കോടി ബീജങ്ങൾ മിഡിൽ കൗണ്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഹൈ കൗണ്ടാണെങ്കിൽ അതിൽ കൂടാം, ലോ കൗണ്ടാണെങ്കിൽ അതിൽ കുറയാം. ഈ 400 നോർമലി ഒരു വ്യക്തിയുടെ ഒരൊറ്റ പ്രാവശ്യത്തെ ആ സ്പ്രെഡിലൂടെ 400 കോടി ബീജഗണങ്ങളിൽ ഒരു ബീജഗണമായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തു. മറ്റൊന്നാണെങ്കിൽ നമ്മൾ മറ്റൊന്നാകുമായിരുന്നു. ആ ബീജഗണം 1 മില്ലിഗ്രാമിന്റെ 100 കോടിയിൽ ഒരു അംശമായ വെയിറ്റ് ഉള്ള ആ ഒരു ബീജഗണം നമ്മുടെ ഉമ്മയുടെ മിൻ സുൽബി വത്തറായിബ്, ഉമ്മയുടെ എഗ് അഥവാ അണ്ഡം, ആ അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമായി, കുംബീജമായി, ഭ്രൂണമായി വളർന്ന് 3-3.5 കിലോയോളം ആയ തൂക്കമായി പുറത്തേക്ക് വരുന്നു.
280 ദിവസം, ഒടുവിലത്തെ ആർത്തവത്തിന്റെ സ്റ്റാർട്ടിംഗ് ഡേ ടു ഡെലിവറി ഡേ വരെ 280 ദിവസമാണ്. അഥവാ നോർമൽ ഒരു കുട്ടി വയറ്റിൽ കിടക്കുന്നത് 263 ദിവസവും 18 മണിക്കൂറും 24 മിനിറ്റും 12 സെക്കൻഡുമാണ് സാധാരണ ഒരു കുട്ടി കിടക്കുക ഗർഭപാത്രം. അങ്ങനെ സുരക്ഷിതമായി ഭൂമി ലോകത്തേക്ക് എല്ലിന്റെ മുകളിൽ മാംസം അല്ലാഹു തആല പൊതിഞ്ഞു. ആ എല്ല്, ആ സ്കിന്ന്, അത് ബാപ്പയുടെ സ്പേം, അത് വികസിച്ചതാ. എന്നാൽ ഹൃദയവും അതുപോലെ ബ്രെയിനും അതുപോലെ കിഡ്നിയും ലിവറും അതെല്ലാം ഉമ്മയുടെ അണ്ഡവുമായി ബന്ധപ്പെട്ടതാ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പരിഗണന ഇന്നർ ഓർഗാൻസിനാണ് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് 3 പ്രാവശ്യം ഉമ്മയോടുള്ള കടപ്പാടും 1 പ്രാവശ്യം ബാപ്പയോടുള്ള കടപ്പാടും വിശദീകരിക്കാൻ കാരണം. ഈ നിലക്ക് അല്ലാഹു തആല നമുക്ക് മാതാപിതാക്കളിലൂടെ ഈ ഒരു ബോഡി സംഭാവന നൽകിയെങ്കിൽ ആ ബോഡിയിൽ 16ാമത്തെ ആഴ്ച സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാവ് എന്ന് പറയുന്ന റൂഹ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ സംഭാവനയാണ്. ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരൻ മുത്ത് ഹബീബില്ലെങ്കിൽ ലോകമില്ല എന്നുള്ളതാണ്. ആ നിലക്കാണ് നബി തങ്ങളോടുള്ള കടപ്പാട്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് റബ്ബ് ഒരുപാട് അനുഗ്രഹം ചെയ്യുന്നുണ്ടെങ്കിൽ ഫലം തുംസിബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനതനില്ലാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ഉഖറ. ആത്മീയമായും ഭൗതികമായും ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് ലഭിക്കുന്നത് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ബലഗൽ മുദ്ദഹു ഫീ ഔ صافه فما بلغ معشر ما أوتيه ما في البلبال تاح قلبي مذ أتيت غادرا ومغما تبعا وداد طه تاليا للتالتا لا إله إلا الله. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലൂടെയാണ് എല്ലാം ലഭിച്ചത്. എത്ര നിഅമത്താ! ഒരു ദിവസം 328 ലിറ്റർ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്, അകത്താക്കുന്നുണ്ട്. 1 ലിറ്റർ ഓക്സിജന് നമ്മുടെ നാട്ടിൽ 375 രൂപയാണ് GST ഇല്ലാതെ, അതും ബിലാ കുറ്റിയില്ലാതെ. കുറ്റിയില്ലാതെ 328 ലിറ്റർ പെർ 1 ലിറ്ററിന് 375 രൂപ വെച്ച് നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരു ദിവസം 1,30,000 രൂപയുടെ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അതിന് ബില്ലടക്കുന്നുണ്ടോ? 1,30,000. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം 11,500 ലിറ്റർ രക്തം നമ്മുടെ ഹൃദയം സ്വീകരിക്കുന്നു കൊടുക്കുന്നു, സ്വീകരിക്കുന്നു കൊടുക്കുന്നു. 11,500 ലിറ്റർ രക്തം. അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ? നമ്മുടെ ശരീരത്തിന് ഇസ്ലാമിക ശരീഅത്തിലെ ഇസ്ലാമിക സിവിൽ ക്രിമിനൽ വ്യവസ്ഥകളിൽ അതിന്റെ വാല്യൂ കണക്കാക്കപ്പെടുന്നത്, കുറ്റകൃത്യങ്ങൾക്കൊക്കെയുള്ള നഷ്ടപരിഹാരം ചർച്ച ചെയ്യുന്നിടത്ത് നമ്മുടെ ശരീരത്തിന്റെ വാല്യൂ 450 കോടി രൂപയാണ്. 450 കോടി രൂപ ഇന്ത്യൻ കറൻസി. ഒമാന്റെ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്താൽ മതി, അത്രയാണ്. ഒരു പല്ലിന് 5 ഒട്ടകാണ് കണക്ക്. നോട്ട് നിരോധത്തിന്റെ സമയത്ത് ഒരു പല്ലൊരാൾ പറിച്ചു കൊടുത്തു, 250 500 രൂപ കൊടുത്തപ്പോൾ 250 രൂപയാണ് ചില്ലറലായിട്ട് ഒരു പല്ലുകൂടി പറിച്ചു കൊടുത്തു പറഞ്ഞു. അത്ര വിലല്ല നമുക്ക്. എന്നാൽ ഒരു പല്ലിന്റെ വില 5 ഒട്ടകമാണ്. ഒരാളുടെ വായിൽ എത്ര പല്ലുണ്ടാവും?
32 എന്നാ പറയാറുള്ളത്, 28 ഉണ്ടാവും. അതൊഴിഞ്ഞ് എണ്ണിയൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. അഥവാ 1,40,00,000 പല്ല് നമ്മളെ വായിലുണ്ട്. പക്ഷെ ഒരു പല്ല് പറിച്ചിട്ട് ഇതിന് ഇത്ര 5 ലക്ഷം തരുമെന്ന് വെച്ചാൽ കിട്ടുമൊന്നുമില്ല, വേറെ വിഷയം. ലോകത്തെ ആദ്യത്തെ നാണയത്തിന്റെ സ്ഥാനത്ത് വന്നത് പട്ടിയുടെ പല്ലാണ്. ഒരു പട്ടിയുടെ പല്ലിന് 453 ഗ്രാം സ്വർണം കൊടുത്താലേ ഒരു പട്ടിയുടെ പല്ല് കിട്ടിയെന്നുള്ളൊരു കാലത്ത്. പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാം നാണയത്തിന്റെ സ്ഥാനത്ത് തേയില പ്രത്യേക രൂപത്തിൽ അരച്ച് അച്ച് ഉണ്ടാക്കി. അങ്ങനെ തേയിലയായിരുന്നു പിന്നീടുള്ള നാണയത്തിന്റെ സ്ഥാനത്ത് വിനിമയത്തിന് ഉപയോഗിച്ചത്. അതുകൊണ്ടായിരിക്കാം കട്ടൻ ചായക്ക് സുലൈമാനി എന്നുള്ള പേര് വരാൻ കാരണം. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, കട്ടൻ ചായക്ക് സുലൈമാനി എന്നുള്ള പറയുന്നത്. അത് സുലൈമാൻ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടതാന്ന് പറയുന്നുണ്ട്. എന്തോ അല്ലാഹു അഅലം. അങ്ങനെ ചുരുക്കത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ യജമാനനായ റബ്ബ് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാനുള്ള കാരണം ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലകും വറസൂലുഹു والمؤمنون وستردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. വഖുൽ നബിയെ അങ്ങ് പറഞ്ഞു ധരിപ്പിക്കണേ. വിശുദ്ധ ഖുർആനിൽ ഖുൽ എന്ന പ്രയോഗം 332 സ്ഥലത്താണ്. 332 സ്ഥലത്താണ്, 332 സ്ഥലത്താണ് ഖുൽ എന്ന പ്രയോഗം. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ ഇബാദിയല്ലദീന എന്ന് തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആനിൽ 332 സ്ഥലം. എത്ര സ്ഥലം പറഞ്ഞത്? 332. അത് ഓർമ്മ വേണം. ഇടക്കിടക്ക് ഓരോ ചോദ്യം ചോദിക്കും. അള്ളാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ ന്യൂമെരിക്കൽ സംഭവം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ഹിജറയുടെ ആയത്ത് സൂറത്ത് മുഹമ്മദിന്റെ 13ാമത്തെ ആയത്താണ്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബി തങ്ങൾ നുബുവത്തിന്റെ 13ാമത്തെ വർഷത്തിലാണ്. അതിൽ 53 അക്ഷരം ഉണ്ടാവുക. അഥവാ 53ാമത്തെ വയസ്സിലാണ് ഹിജറ ഉണ്ടായത്. ഖുർആനിലുണ്ട്. അങ്ങനെ ഏതേത് വിഷയങ്ങൾ നോക്കിയാലും കൃത്യമായി വിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോ ആ നിലക്ക് പല സംഭവങ്ങളുണ്ട്. 332 സ്ഥലങ്ങളിൽ നിർബന്ധമായും സമൂഹത്തെ പഠിപ്പിക്കാൻ അല്ലാഹു തആല തിരുഹബീബിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അമൽ ചെയ്യണം, നിങ്ങൾ പ്രവർത്തിക്കണം. കാരണം മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്തിന് വേണ്ടിയാണ്. ആ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹിൽ ഹകീമിൽ മർജുലനാ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹുബ്ബുൻ നബി, ഹബീബായ നബി തങ്ങളെ ഇഷ്ടപ്പെടുക എന്നത്, മഹബ്ബത്ത് വെക്കുക എന്നത്, അവിടുത്തെ മദ്ഹ് പറയുക എന്നത് ഏറ്റവും ഖൈറായ അമലാണ്. ഫഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ. പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റം ലഭിക്കാൻ, പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ, വിജയത്തിന്റെ ഉത്തുംഗതയിലെ ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടാൻ, അപജയത്തിന്റെ ആഴിയിലേക്ക് ആണ്ടിറങ്ങാതിരിക്കാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് എന്ന എനർജിയാണ് ഒരു വ്യക്തിയുടെ സ്പിരിച്വാലിറ്റിക്ക് മാറ്റുകൂട്ടുന്നത്, ഹ്യൂമാനിറ്റിക്ക് മാറ്റുകൂട്ടുന്നത്, മൊറാലിറ്റിക്ക് മാറ്റുകൂട്ടുന്നത്, എല്ലാ നിലക്കും പേഴ്സണാലിറ്റിക്കും മുതൽ കൂട്ടാകുന്നത്. ഓ സഹോദര സഹോദരിമാരെ, ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത്
മഹബ്ബത്താണ്. അത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുമ്പിൽ ഇട്ടു തന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ഖൈർ ഹബീബിനെ ഇഷ്ടപ്പെടലാണ്. ഒരാളെ ഇഷ്ടപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും നേടിയത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഔസാഫുഹുമാ യന്തഹി തഅദാദുഹാ ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി യാ റബ്ബി സ്വല്ലി. ഒരാളെ പൊതുവിൽ ഇഷ്ടപ്പെടാറുള്ളത് മൂന്നിൽ ഒരു കാരണത്തിന് വേണ്ടിയാണ്. ഒന്ന് ജമാൽ, അവരുടെ ബ്യൂട്ടി. ഒരു വ്യക്തിയുടെ ഒരു വസ്തുവിന്റെ ബ്യൂട്ടി, ഭംഗി, അത് ആ വസ്തുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും കൂടാൻ കാരണം. രണ്ട് കമാൽ, അവരുടെ പരിപൂർണത, അത് ഒരാളെ ഇഷ്ടപ്പെടാൻ കാരണമാണ്. മൂന്ന് നവാൽ, അവരിലൂടെ നമുക്ക് നേടിയ ഔദാര്യം ഒരാളെ ഇഷ്ടപ്പെടാൻ കാരണമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭംഗിയെ കുറിച്ച് പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭംഗി ഏറ്റവും വലിയ ഭംഗിയുള്ളതാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഒരു ഭംഗിയുടെ പകുതിയാണ് നൽകപ്പെട്ടതെങ്കിൽ നബി തങ്ങളുടേത് ഡിവൈഡ് ചെയ്യപ്പെടാത്തതാണ് എന്ന് കാണാം. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗർഭിണികൾ ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ്. ആദ്യ 3 മാസം ഗർഭിണികൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് അംഗവൈകല്യമില്ലാതെ നല്ല ശാരീരിക ക്ഷമതയുള്ള കുഞ്ഞായി മാറാൻ ഏറ്റവും നല്ലത് ആദ്യ 3 മാസം സൂറത്ത് യൂസുഫും രണ്ടാമത്തെ 3 മാസത്തിൽ സൂറത്തു സ്വാഫാത്തിയും മൂന്നാമത്തെ 3 മാസത്തിൽ സൂറത്തു മറിയം. സുരക്ഷിതമായ ഡെലിവറി ഈ പ്രഗ്നന്റായ ആളുകൾക്ക് ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ കല്യാണം ശരിയാവാനുള്ള ആളുകൾ സൂറത്തു നിസാ പാരായണം ചെയ്യുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും സൂറത്ത് യൂസുഫിൽ കാണാം യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. ബഹുമാനപ്പെട്ട സുലൈഖ ബീവി റളിയല്ലാഹു അൻഹായുടെ കൊട്ടാരത്തിൽ 17ാമത്തെ വയസ്സിൽ യൂസുഫ് നബി അലൈഹിസ്സലാം താമസിക്കുന്ന കാലഘട്ടത്തിൽ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു പരത്തി. ഏതൊരു വിഷയം കിട്ടിയാലും ആളുകൾ അത് ചർച്ചയാക്കും, സ്വാഭാവികമാണ്. ആ ചർച്ചകൾ അങ്ങനെ പല നിലക്കുമുള്ള പല വഴിയിലൂടെ പോകും, അതും സ്വാഭാവികമാണ്. അങ്ങനെ ആ വിഷയമുണ്ടായപ്പോ ആ തെറ്റിദ്ധാരണ പരത്തിയ ആളുകളിലൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ കത്തിയും ആപ്പിളും കൊടുത്ത സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ യൂസുഫ് നബി നടന്നു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ ഭംഗിയിൽ ഭ്രമിച്ചുകൊണ്ട് വിരല് വെട്ടി. ഗാലറിയിൽ നിന്ന് ഫുട്ബോൾ കാണുന്ന സമയത്ത് താഴെ ഗോളടിക്കുന്ന സമയത്ത് താഴെയുള്ളവന്റെ മണ്ടക്കടിക്കാറുണ്ട് കാലുകൊണ്ട് ചില ആളുകൾ. അതെന്താന്ന് പറഞ്ഞാല് അതൊന്നിനോടുള്ള ഒരു പ്രതിപത്തി, അത് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഏതായിരുന്നാലും ഈ ഭംഗി കണ്ട അവര് കൈമുറിച്ചുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭംഗിയാണ്. ആ വിരൽ മുറിച്ച യൂസുഫ് നബിയുടെ ഭംഗിയിൽ ഭ്രമിച്ചുകൊണ്ട് വിരൽ കട്ട് ചെയ്ത ആളുകൾ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ ഹൃദയം മുറിഞ്ഞു പോകുമായിരുന്നു. ആ നിലക്ക് ഭംഗിയുള്ളവരാണ്. രണ്ടാമത് ഒരാളെ തെരഞ്ഞെടുക്കൽ കമാൽ, പരിപൂർണതക്കാണ്. ഒരു വ്യക്തി പരിപൂർണനാകുന്നത് 5 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, 5 വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഒരാളുടെ ഹ്യൂമാനിറ്റി, ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ സ്പിരിച്വാലിറ്റി, ഒരാളുടെ മൊറാലിറ്റി, ഈ 4 കാര്യവും ഉണ്ടാവണമെങ്കിൽ ഒരാളിൽ 5 ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആ 5 ഗുണങ്ങളുണ്ടോ നമുക്ക് എല്ലാ മേഖലയിലും വിജയം. ഒന്ന്,
ഏതൊരു വ്യക്തിയിലും ഉണ്ടാവേണ്ടത് ഹുസ്നുൽ ഖുൽഖ്, അവരുടെ കൾച്ചർ അത് പെർഫെക്റ്റ് ആവുക എന്നുള്ളതാണ്. നല്ല സ്വഭാവമുള്ളവരാവുക എന്നുള്ളതാണ് ഏറ്റവും ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട സംഭവമാണ് സൽ സ്വഭാവം. അള്ളാഹു നമ്മെ സൽ സ്വഭാവികളാകട്ടെ. സൽ സ്വഭാവം എന്നെന്താണ്? നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുള്ള സംഭവമാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആളുകളാകുക എന്നുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, ഇൻ ഖദ്ദർത അൻ തുംസിയ വ അൻ തുസ്ബിഹ വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ ഫഫഅൽ വദാക സുന്നതി. ഒരു സൽസ്വഭാവിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ചിലർ നമ്മെ ദുഃഖിപ്പിക്കും, ചിലർ നമ്മെ സന്തോഷിപ്പിക്കും, ചിലർ നമ്മെ കരയിപ്പിക്കും, ചിലർ നമ്മെ ചിരിപ്പിക്കും. പലരിൽ നിന്നും പല സമീപനങ്ങൾ ഉണ്ടാവാം. അത് ലോകത്തിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ പരീക്ഷണ. എന്ത് തന്നെയായാലും പടപ്പുകളോട് ദേഷ്യമില്ലാതിരിക്കുക, ഇതാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയി. ആ പോയതിന്റെ പശ്ചാത്തലം എന്താ? നബി തങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന അബൂ താലിബ്, മഹദിയായ ഖദീജ ബീവി രണ്ടുപേരും കൺമറഞ്ഞതിന്റെ ശേഷം ആശ്വാസം തേടി ത്വായിഫിന്റെ മണ്ണിൽ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയപ്പോൾ ഏത് കാലവും പോയാലും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചിരുന്ന ആ ജനത ആദ്യം നല്ല നിലക്ക് സൽക്കരിച്ചു. നബി തങ്ങൾ തൗഹീദിന്റെ സന്ദേശം പറഞ്ഞപ്പോ, ജീവനോടെ മക്കളെ കുഴിച്ചു മൂടരുത് എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ഒരിക്കലും അക്രമമോ അനീതിയോ അരാജകത്വമോ സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലക്കും എതിർത്തു എന്ന് മാത്രമല്ല, കല്ലെടുത്തെറിഞ്ഞു. കുട്ടികൾ ഒരു മരത്തിന്റെ കുറ്റിയിൽ അവിടെ നിന്നിരിക്കുകയാണ്, നടക്കാൻ കഴിയൂല. ആ ഒരു അവസ്ഥയിൽ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ വരുന്ന സമയം നബി തങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാൻ, നബി തങ്ങൾ പറയുന്ന മാറ്റർ അക്സെപ്റ്റ് ചെയ്യരുത് എന്ന് പറയാൻ ഉത്ബത്ത് എന്ന് പറയുന്ന നബി തങ്ങളുടെ പ്രധാന പ്രതിയോഗിയും പോയിരുന്നു. അങ്ങനെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. നബി തങ്ങൾക്ക് വിശപ്പുണ്ടാകുമല്ലോ. അദ്ദാസ് എന്ന് പറയുന്ന ഒരു അടിമയുടെ കയ്യിൽ ഒരു വലിയ കുലമുന്തിരി നബി തങ്ങൾക്ക് കൊടുത്തയക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അദ്ദാസ് ഇങ്ങനെ വന്നു, ഈ മുന്തിരിക്കൊല ഇങ്ങനെ കൊടുത്തു. അതിങ്ങനെ വാങ്ങി ചോദിച്ചു, മോനെ പേരെന്താ? ഒരാളെ പരിചയപ്പെട്ടാൽ പേര് ചോദിക്കണം. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് അദ്ദാസ്. മോനെ എവിടെയാണ് നാട്? എൻ്റെ നാട് നീനവ. നീനവയോ? അതെ നീനവ. അത് എൻ്റെ സഹോദരൻ്റെ നാടാണല്ലോ. അങ്ങയുടെ സഹോദരൻ ആരാ? അവിടുന്ന് പറഞ്ഞു, യൂനുസ് ബിൻ മത്താ, യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബിയൊക്കെ അറിയോ? അറിയാ. ആ യൂനുസ് നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ച തൗഹീദ് പ്രചരിപ്പിച്ച് ധർമ്മചിന്ത സമൂഹത്തിന്റെ മനതലങ്ങളിൽ ഞാൻ ഊട്ടിയുറപ്പിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ഇവരിങ്ങനെ ചെയ്തത്. ഉടനെ തന്നെ നബി തങ്ങളുടെ കൈ പിടിച്ചു മുത്തി, നബി തങ്ങളുടെ നെറ്റിത്തടം പിടിച്ചു മുളുത്തി, ഷഹാദത്ത് കലിമ ചൊല്ലി. അള്ളാഹുവിന്റെ റസൂല് മുന്തിരി അല്പം കൊടുത്തു. നബി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കഴിച്ചു. ഈ വ്യക്തി അള്ളാഹുവോട് ദ്വാരുന്നു, റബ്ബേ ഈ രൂപത്തിൽ ഈ ഒരു നല്ല മനുഷ്യനെ ആക്കിയ ഇവരെ നശിപ്പിക്കണം അല്ലാഹ് എന്ന് ദ്വാരുന്നപ്പോ പറഞ്ഞു, അങ്ങനെ ദ്വാരിക്കരുത്, അങ്ങനെ ദ്വായിരക്കരുത്. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ആ ചെയ്ത ആളുകൾ അറിയാതെ ചെയ്തതാണ്, ഒരു നിലക്കും ഹബീബായ നബി തങ്ങൾക്ക് അവരോട് പ്രതികാരം ഇല്ല. അതുകൊണ്ട് നിത്യജീവിതത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ എന്നുള്ളത്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പവും സ്വയം നടപ്പിൽ വരുത്താൻ പ്രയാസമുള്ള കാര്യമാണ് ക്ഷമ. ശരിയല്ലേ? ഉപദേശിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഭയങ്കര കച്ചറുണ്ടാകുക, രണ്ടാളും അങ്ങോട്ടും വാലന്റായി സംസാരിച്ചുകൊണ്ടിരിക്കുക.
ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് വേറൊരാൾ വന്നിട്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കരുത്, പിന്നെ ക്ഷമ എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ പകുതിയാണെന്ന് ഈ വഴലൊക്കെ കേട്ടിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാൾ കാലുമ ചോട്ടിയ ഏതടുപ്പ് കേങ്ങായി നോക്കണം അല്ലേ? സ്വാഭാവികമായിട്ട് എന്താണ് അവൻ നബി തങ്ങൾ പറഞ്ഞു, മോനെ 8ാമത്തെ വയസ്സിൽ നബി തങ്ങളുടെ മുമ്പിൽ വന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കൈവച്ചാ പറഞ്ഞത്, ഇൻ ഖദ്ദർത അൻ തുംസിയ വ അൻ തുസ്ബിഹ വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ ഫഫഅൽ വദാക സുന്നതി. എന്റെ സുന്നത്ത് ദേഷ്യം പിടിക്കാതിരിക്കലാണ്, എന്റെ സുന്നത്ത് ദേഷ്യം പിടിക്കാതിരിക്കലാണ്. ഒരാളോടും ദേഷ്യം പിടിക്കാതിരിക്കൽ. കാരണം ദേഷ്യം കൊണ്ടൊരു കാര്യമല്ല. ഒരാളോട് നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യനോട് പിണക്കാണെങ്കിൽ ആ പിണക്കം ഒരു സെക്കൻഡിന് ഒരു കുറ്റമായി എഴുതുന്നത്. അഥവാ ഒരാളോട് ഒരു ദിവസം പിണങ്ങിയാൽ അവരുടെ തെറ്റിന്റെ ആ അക്കൗണ്ടിലേക്ക് 84,000 ചില്ലാനമാണ് പോയി കയറുന്നത്. അതുകൊണ്ട് ഒരാളോടും പിണക്കം വേണ്ട. ഈ നബിദിന സന്ദേശമായി നമ്മൾ ഉൾക്കൊള്ളുക. ആരോടെങ്കിലും എനിക്ക് പിണക്കമുണ്ടോ, അനിയനാവട്ടെ, ജ്യേഷ്ഠനാവട്ടെ, അയൽക്കാരനാവട്ടെ, നല്ല മനസ്സുള്ളവരാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഉളുപ്പില്ലാതെ അള്ളാഹിനോട് സ്വർഗം ചോദിക്കും. അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ? സ്വർഗം ചോദിക്കണം, ഉളുപ്പ് വേണം, ഒക്കെ ശരിയാ. സ്വർഗത്തിന്റെ വാല്യൂ എത്രയാ? സ്വർഗത്തിന്റെ ലാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ഫൂട്ടിന് 30 സെന്റിക്ക് സ്വർഗത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ പ്രപഞ്ചം മുഴുവനും, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യമുള്ളത് ഏതാ? അനിമേച്ചർ. 1 ഗ്രാമിന് 4,500 ലക്ഷം കോടി രൂപയുള്ള സാധനം ഈ ലോകത്തുണ്ട്. 4,500 ലക്ഷം കോടിയുള്ള സാധനം ഈ ലോകത്തുണ്ട്. 16ാം സ്ഥാനമാണ് സ്വർണത്തിനുള്ളത്. ഇതൊക്കെ കൂട്ടിയാലും സ്വർഗത്തിന്റെ ഒരു കൂട്ട് കിട്ടൂല. എന്നിട്ട് ഈ സ്വർഗം ചോദിക്കുകയും ചെയ്യും, സ്വന്തം വളപ്പിന്റെ പിന്നിലുള്ള ആൾക്ക് വഴിക്ക് വേണ്ടി ഒരു 1.5 അടി വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ കൊടുക്കൂല. പിന്നെ ഈ സ്വർഗം ചോദിക്കുന്നതിന് എന്ത് മായനയുള്ളത്? ഞാനൊരിക്കൽ 2 വിഭാഗത്തിന്റെ കോംപ്രമൈസിന് പോയി. ഇയാൾക്ക് ഇതേ പ്രശ്നമാണ്, വഴി പ്രശ്നമാണ്. 8 ഏക്കറുള്ള ആളാണ്. ഈ 8 ഏക്കറുള്ള ആള് അഥവാ 800 സെന്റ് ഉള്ള ആൾക്ക് 5 സെന്റ് മാത്രമുള്ള ആൾക്കൊരു വഴി വിട്ടുകൊടുക്കാൻ ഒരു 1.5 അടി മതി. ഈ 1.5 അടി വിട്ടുകൊടുക്കൂല. അജയരെ നിങ്ങളെ കബർ വിശാലാകും എന്ന് പറഞ്ഞപ്പോ ചെരിഞ്ഞു കിടക്കുമ്പോ ഞാൻ മാന്തി വിശാലാക്കി കൊണ്ടുവരാം, എന്നാലും കൊടുക്കൂല. ഇങ്ങനെ ലോകത്ത് നടക്കുന്നത്. നമുക്ക് അല്ലാഹു തആല തന്ന നിഅമത്ത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. ഇതാണ് മുത്തുനബി പഠിപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ 8ാമത്തെ വയസ്സിൽ വന്നപ്പോൾ തലയിൽ കൈവച്ച് പറഞ്ഞതാ, മോനെ ഒരാളോടും വെറുപ്പ് വേണ്ട. ഇതാണ് ഒരു കമാലിയത്തുള്ള ഒരാളുടെ അടയാളമെങ്കിൽ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, സമയമില്ലാത്തതിലേക്ക് കടക്കുന്നില്ല. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. 2, ഒരാളുടെ പരിപൂർണത വിദ്യാഭ്യാസത്തിലാണ്, എഡ്യൂക്കേഷനിലാണ്, നോളജിലാണ്. ഇന്ന ലികുല്ലി ശൈഇൻ ഖീമ വഖീമത്തുൽ മർഇ ലിമാ യഅലം. ഓരോ വസ്തുവിന്റെയും മൂല്യമോക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മൂല്യം നോക്കാനുള്ള, ക്ലാരിഫിക്കേഷനുള്ള, പ്യൂരിറ്റി നോക്കാനുള്ള മാനദണ്ഡം അറിവാണ്. ആ അറിവിന്റെ വിഷയത്തിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ വർത്തമാനങ്ങളും പ്രയോഗങ്ങളും അതീ ലോകത്തിന് വേണ്ടിയാണ്. അവിടുത്തെ വാർത്തകൾ ഒന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല. ശാസ്ത്രം പറഞ്ഞത് പലതും മാറ്റിയിട്ടുണ്ട്, പലതും തിരുത്തിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി നടുവിലായിരുന്നു, സൂര്യൻ അതിനെ ചുറ്റുന്നു. അതിന് ജിയോ സെൻട്രിക് സിസ്റ്റം എന്ന് പറയും. ശാസ്ത്രം അങ്ങനെയാ പറഞ്ഞത്. പിന്നീട് പറഞ്ഞു സൂര്യനാണ് കേന്ദ്രത്തില്,
ഭൂമിയും മറ്റു ഗ്രഹങ്ങളും അതിന് ചുറ്റുന്നു. ഹീലിയോ സെൻട്രിക് സിസ്റ്റം, സൗരകേന്ദ്ര മോഡൽ മാറ്റി പറഞ്ഞു. ഓരോന്നോരോന്ന് മാറ്റി പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്നൊന്നും പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. എന്തേ കാരണം? അവിടുന്ന് ഭാവി പറഞ്ഞവരാ, അവിടുന്ന് ഭൂതം പറഞ്ഞവരാ, അവിടുന്ന് വർത്തമാനം പറഞ്ഞവരാ. ലം യഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദി വഅൻ ഇറമീ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാം പറഞ്ഞിരുന്നു. നോക്കൂ നിങ്ങൾ, സിലത്ത് ബിൻ അശിയം എന്നൊരു സഹാബി ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു പശ്ചാത്തലം പറയുന്നുണ്ട്. അവിടുന്ന് ഒരു ഐലൻഡിലൂടെ യാത്ര പോകുമ്പോൾ ആ ഐലൻഡിൽ നിന്ന് ഒരു ചെന്നായ ഒരു മുയൽ കുഞ്ഞിനെ, അതല്ലെങ്കിൽ മാൻ കുഞ്ഞിനെ പിടിക്കുന്നു. ആ മാൻ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ സിലത്ത് ബിൻ അശിയം എന്നവർ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ ആ ചെന്നായ സംസാരിച്ചുവത്രേ, എനിക്ക് അല്ലാഹു നൽകിയ റിസ്ഖ്, ആ റിസ്ഖിനെ എന്നിൽ നിന്ന് തട്ടിപ്പറിക്കാൻ എന്ത് അധികാരമുണ്ട് എന്ന് സംസാരിച്ചപ്പോ ഇയാള് സുബ്ഹാനല്ലാഹി ഉപയതകല്ലമു, ഓ ചെന്നായ സംസാരിക്കുകയോ, ചെന്നായ സംസാരിക്കുകയോ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെന്നായ പറഞ്ഞു, മനുഷ്യ നീ ഒരു ജീവിയാണ്, ഞാനും ഒരു ജീവിയാണ്, എനിക്കും അല്ലാഹു തആല ചില ഘട്ടങ്ങളിൽ ഇതിനുള്ള അവസരം നൽകും. സഹീഹുൽ ബുഖാരിയിലെ ബനൂ ഇസ്രായീലിലെ ഒരു കൃഷിക്കാരന്റെ പശു സംസാരിച്ചത്, അത് സഹീഹുൽ ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പലതും ഉണ്ട്. ഒമാൻ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇസ്ലാമിന്റെ പശ്ചാത്തലം മാസിൻ ബിൻ അഖ്ബ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് എത്തപ്പെടാനുള്ള കാരണം ഒരു പ്രതിഷ്ഠയെ അവിടുന്ന് ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വസ്തുവിന്റെ മുമ്പിൽ ഒരു ഉത്സവ ദിവസം നിൽക്കുന്ന സമയത്ത് യാ മാസിൻ ഇസ്മഅ തദുർ, ഓ മാസിനെ നീ താങ്കൾ കേൾക്കണം, സന്നിധിയിൽ നിനക്ക് സന്തോഷമുണ്ടാകും, താങ്കൾക്ക് സന്തോഷമുണ്ടാകും. ഇസ്മഅ മാ ലാ തജ്ഹൽ ഇദ്ഹബ് ഇലാ നബിയ്യിൻ മുർസൽ, മുർസലായ ഒരു നബിയിലേക്ക് പോവണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയതല്ലേ പ്രിയപ്പെട്ടവരെ. ആദ്യം ഇവിടേക്ക് വന്നപ്പോ ആരും ഈ ധർമ്മ സന്ദേശം ഉൾക്കൊണ്ടില്ല. പിന്നീടല്ലേ വീണ്ടും പോയപ്പോ ഹബീബായ നബിയേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത് ലിതശ്ഫഅനി യാ ഖൈറ മൻ വാതി അസ്റാ. ഹബീബായ നബിയേ, എന്റെ ഭൂതകാലങ്ങളിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. വകുന്തും റഅം ബിൽ ഇഹ്രി വൽ ഖംരി മുലാ, ഞാൻ ധാർമ്മികമായി ചിന്തിക്കാതെ ധർമ്മച്യുതി പലതും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം, അതിന്റെ ജീവിന്റെ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്കാക്കണം എന്നൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി പറയുകയും എല്ലാവരും അത് സ്വീകരിക്കുകയും GCCയിലെ ഏറ്റവും സമാധാനത്തിന്റെ ഏരിയയുള്ള പ്രദേശമായി പരിഗണിക്കപ്പെടാൻ ഒമാനിനെ പ്രാപ്തരാക്കിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആശീർവാദവും അവിടുത്തെ അനുഗ്രഹത്തോടു കൂടെയുള്ളതുമാണെങ്കിൽ ചില ഘട്ടങ്ങളിൽ അങ്ങനെയുണ്ടാവാം. ഈ ചെന്നായ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ സംസാരിച്ചതിൽ അത്ഭുതപ്പെടേണ്ട, നിങ്ങൾ യഥരിബിലേക്ക് പോകണം, നിങ്ങൾ മദീനയിലേക്ക് പോകണം. മദീനയിലെ ഈ തപ്പനയുടെ ഇടയിൽ ഒരാൾ പറയുന്നുണ്ട്, ഭാവി പറയുന്നുണ്ട്, ഭൂതം പറയുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. ആ വർത്തമാനത്തിന്റെ ഇടയിൽ ഞാൻ ജീവി സംസാരിച്ചതിലല്ലേ അത്ഭുതം. ജീവനില്ലാത്ത വള്ളികൾ സംസാരിക്കുന്ന, വസ്തുക്കൾ സംസാരിക്കുന്നത് അവിടുന്ന് പറയുന്നുണ്ട്. ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ ആ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് അവിടെ നടന്ന കാര്യങ്ങൾ അറിയിക്കുന്ന ഉപകരണങ്ങൾ അവിടെ വരും എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് CCTV കണ്ടെത്തിയതിന്റെ ശേഷമല്ല, ടെലിവിഷൻ വന്നതിന്റെ ശേഷമല്ല, ആധുനിക സംവിധാനങ്ങൾ വന്നപ്പോഴല്ല. 1100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാമുനാ തബറാനി തങ്ങൾ അവിടുത്തെ മുഅ്ജമുൽ കബീർ എന്ന ഹദീസിന്റെ കിതാബില് ഈ സംഭവം പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ CCTV ഇല്ലയോ, AI ടെക്നോളജിയിലൂടെ
പല സംവിധാനങ്ങളും വന്നില്ലയോ? ഡ്രൈവർ ഇല്ലാതെ കാർ ഓടുന്നില്ലേ? റോബോട്ടിക് സർജറി നടക്കുന്ന ചൈനയിലെയും അതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കേരളത്തിലെ ആസ്റ്റർ മിംസ് വരെയുള്ള ഹോസ്പിറ്റലുകളിൽ വന്നില്ലയോ? അതുപോലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലയോ? സൗദി അറേബ്യ സുനിയ എന്ന് പറയുന്ന ഒരു റോബോട്ട് മെഷീനാണ് പൗരത്വം നൽകിയതെങ്കിൽ എങ്ങനെയാണത്? അത് ചൈനയിലെ നാഷണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബീജിംഗിലെ നാഷണൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവിടുന്ന് സിംഗപ്പൂരിലെത്തി, സിംഗപ്പൂർ എയർലൈൻസിൽ കയറി, റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി, എന്നിട്ട് 200ഓളം ആളുകൾക്ക് ബിസിനസിനെ കുറിച്ചുള്ള 2 മണിക്കൂർ ക്ലാസ് എടുത്ത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. എങ്കിൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ലം യഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മഅദി വഅൻ അദി വഅൻ ഇറമി മൗലായ സ്വല്ലി അൽഹംദുലില്ലാഹ്. വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, 3 പ്രാവശ്യമായി കുടിക്കണം, വലത്തെ കൈകൊണ്ട് കുടിക്കണം. ചില ആളുകൾ ഭക്ഷണം കഴിച്ചാൽ ഇടത്തെ കൈകൊണ്ട് കുടിക്കും, ചിലർ വലത്തെ കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇടത്തെ കൈ കൊണ്ട് കുടിക്കും. അങ്ങനെ അതീതിലുണ്ടോ? ഇസ്റബിൽ യുസ്റമാ സപ്പോർട്ടിൽ യുംന അല്ലല്ലോ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയാം. എന്തെല്ലാം സംഭവങ്ങളെ കാണുന്നു. ഒരു ദിവസം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധി കൊണ്ട് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇറാഖ്. ഇറാഖിൽ നിന്ന് ധാന്യങ്ങളും വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നിച്ചു വന്നപ്പോൾ സഹാബത്ത് വാചാലരായി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയിൽ വളരെയധികം വാചാലരായപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു, ഒരു കാലത്ത് ഏറ്റവും ദാരിദ്ര്യമുള്ള മണ്ണ് ഇറാഖായി മാറി. അവിടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ മരണപ്പെട്ടു പോകും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മഴയില്ലാത്തതിന്റെ പേരിലാണോ? എന്താണ് ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൽ അജമു യംനഉന ദാക. അറബി രാജ്യമല്ലാത്ത അറബിയേതര ചില രാജ്യങ്ങളുടെ ഉപരോധം ആ രാജ്യത്ത് വരാനുണ്ട് എന്ന് 91-ന്റെ ശേഷം കാണുകയല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് വരുന്നുണ്ടോ അതൊക്കെ പറഞ്ഞ വ്യക്തിത്വമാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അറിവ് ഇസ്ലാമിക ലോകത്ത് ഏതേത് വിഷയങ്ങളുണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങളുണ്ട്. ഏവിയേഷൻ ടെക്നോളജി ആരാണ് കൊണ്ടുവന്നത്? അബൂബക്കർ റാസി എന്ന് പറയുന്ന പണ്ഡിതനല്ലേ ഫ്ലൈറ്റ് പറക്കാനുള്ള സാങ്കേതിക വിദ്യ റൈറ്റ് സഹോദരന്മാർ എന്ന് പറയാറുണ്ട്. റൈറ്റ് സഹോദരന്മാർക്ക് കിട്ടിയത് ഫ്രഞ്ചിൽ നിന്നാണ്, ഫ്രഞ്ചുകാർക്ക് കിട്ടിയത് ലത്തീനിൽ നിന്നാണ്, അവർക്ക് കിട്ടിയതോ അബൂബക്കർ റാസിയുടെ ലൈബ്രറിയിൽ നിന്നാണ്. ഇവിടെയുള്ള മെഡിക്കൽ രംഗത്തുള്ള വിഷയങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തദാവൂ വലാ തദാവൂ ബിൽ ഹറാം. ഒരിക്കലും ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്, നിങ്ങൾക്ക് ചികിത്സ വേണം. ചികിത്സാ രംഗത്ത് 6 വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ശൈലിയാണ് ആധുനിക അലോപ്പതി ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ പോകുന്നത് എവിടേക്കാണ്? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അബൂ ഉബൈദത്തുൽ ജറാഹ്, ജറാഹ് എന്ന വാക്കിന്റെ അർത്ഥം സർജൻ എന്നാണ്. ഈ സർജൻ എന്ന് പറയാനുള്ള കാരണം എന്താ? യുദ്ധങ്ങളിലും മറ്റും ആന്തരിക രക്തസ്രാവം ഉണ്ടാകുമ്പോൾ സർജറി ചെയ്തുകൊണ്ട് മാറ്റാനുള്ള നൈപുണ്യം ആ സഹാബിക്കുള്ളത് കൊണ്ടാണ് സർജൻ എന്ന് പറയുന്നത്. ആ ജറാഹിന്റെ മലയാളാണ് കുരിക്കൽ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കുരിക്കൽ എന്ന് പറയുന്ന ആ വിഭാഗം അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ തലമുറക്കാരാണ് എന്ന് പറയപ്പെടുന്നു. ഇതിൽ കുരിക്കന്മാരുണ്ടോ അറിയില്ല, സംഭവങ്ങൾ അങ്ങനെ.
ഏത് വിഷയങ്ങളിലും നബി തങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 1/3 ആഹരിക്കുക, 1/3 വെള്ളം കുടിക്കുക, ബാക്കി ഒഴിവാക്കുക എന്നുള്ളതാണ് നബി തങ്ങൾ താക്കീത് കൊടുത്തതാണ്. ഏകഗുപ്ത മഹായോഗി ദ്വിഭുക്ത മഹാഭോഗി ത്രിഭുക്ത മഹാരോഗി. ഒരു തവണ, ദിവസത്തിൽ ഒരു തവണ നബി തങ്ങൾ ഭക്ഷണം കഴിക്കലുള്ളൂ. നമുക്ക് ഒരു തവണ ഭക്ഷണം കഴിച്ചാൽ മതിയോ? ഉച്ചക്കൊക്കെ ചോറ് നമ്മളെ ഉമ്മമാര് 3 പ്രാവശ്യം കഴിക്കുക. ബന്ധം നോക്കാൻ വേണ്ടി കഴിക്കും, ബാക്കിയും കഴിക്കും. കുട്ടികളെ കുളിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയും കഴിക്കും. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഉച്ചച്ചോറിനെ കഴിക്കലുള്ളത്. അങ്ങനെ പല നിലക്കുള്ള ഭക്ഷണ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. കുലു തിന്നോളൂ, വസ്ത്രബോ കുടിച്ചോളൂ, വലാത്ത സ്ലിബ് ഓവറാക്കരുത് എന്നാണ്. ഇതൊരു ഡോക്ടറെ അടുത്ത് പോയാലും പറയും ചപ്പാത്തി രാത്രി കഴിച്ചോളി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ മുമ്പോ ശേഷമോ എന്നാ ചോദിക്കുക. കാരണം ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. അപ്പൊ ഒരാള് ഭക്ഷണം ഓവറായി പല അസുഖങ്ങളും കാരണം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ ലോകത്തെ പല നിലക്കുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രായപൂർത്തിയുടെ 7 ഇരട്ടി ജീവിക്കണം എന്നാണ്. കിഡ്നി പ്രായപൂർത്തിയുടെ 40 ഇരട്ടി പ്രവർത്തിക്കണം എന്നാണ് തത്വം. ആദ്യം പലരുടെയും അടിച്ചു പോവാറുള്ളത് കിഡ്നിയാണ്. നമ്മുടെ ജീവിത ശൈലി കുറെ മാറ്റാണ്. രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉലവ തിളപ്പിച്ച വെള്ളം ഒരൽപ്പം കുടിക്കുന്നത് നെഫ്രോൺ തകർച്ച വരാതെ കിഡ്നിയെ സംരക്ഷിക്കാൻ നല്ല കാര്യമാണ്. ഉലുവുണ്ടല്ലോ, ഹുൽബ, ഹദീസിൽ കാണാം, നിങ്ങൾ ഹുൽബയുടെ വിലയറിയുകയാണെങ്കിൽ, ലൗ അലിംതും മാ ഫിൽ ഹുൽബ, ഹുൽബയുടെ ഫലം നിങ്ങൾ അറിയുകയാണെങ്കിൽ, നിങ്ങൾ അത് നിങ്ങൾ വാങ്ങും. നിങ്ങൾ ഒരു സ്വർണത്തിന്റെ തൂക്കമാണെങ്കിലും സ്വർണം കൊടുത്തെങ്കിലും നിങ്ങൾ ഉലുവ വാങ്ങും എന്ന് ഹദീസിൽ കാണാം. ആ ഹുൽബ എന്ന് പറയുന്ന ഉലുവ, അത് ഉറങ്ങുന്ന പ്രവാസികൾ പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ്, 1 മണിക്കൂർ മുമ്പ് ഒരൽപ്പം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ കിഡ്നി അടക്കമുള്ള അവയവങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ വളരെ നല്ലതാണ്. വിശ്വാസിയും ആരോഗ്യവും എന്നൊരു പ്രഭാഷണം യൂട്യൂബിൽ നിന്ന് കിട്ടും. വേണ്ടവർക്ക് അത് കേൾക്കാം. ആരോടും ബെല്ലടിച്ച് ഞെക്കാനൊന്നും പറയണില്ല, കാരണം അങ്ങനെയുള്ള ചാനൽ ഇരിക്കില്ല. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യണം. നബി തങ്ങൾ ഒരു നേരെ ആഹാരം കഴിക്കുള്ളൂ. ദൈവ മഹാഭോഗി, 2 നേരം കഴിക്കുന്നു, നീ ഒരു ഭോഗിയാണ്, സുഖിയനാന്നാ പറഞ്ഞത്. 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ രോഗിയാവുന്ന പറയുന്നത്. നമ്മളെ പറ്റി പരാമർശമല്ല, കാരണം 9 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഭക്ഷണം ഓവറായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ രാത്രി നിങ്ങൾ 6 ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞു. കഴിച്ചു, മാറ്റല്ല. അടുത്ത മാസം 5, അടുത്ത മാസം 4, രക്ഷയില്ല. 3 അസുഖം മാറുന്നില്ല, 2 അസുഖം മാറുന്നില്ല. പിന്നെ 1 എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പറയരുത്. കാരണം എന്താ? വെന്ത് കിട്ടൂല. കാരണം 6 എണ്ണം കൊണ്ടുള്ള മാവ് കൊണ്ട് 5 എണ്ണാക്കി മാറ്റി. പിന്നെ 5 എണ്ണം കൊണ്ടുള്ളത് എന്താ? 4 എണ്ണാക്കി. പിന്നെ അതേ മാവ് എടുത്ത് 3 എണ്ണാക്കി. കട്ടി കൂട്ടി 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 വന്നു. സംഭവം എണ്ണ ക്വാണ്ടിറ്റിയെ കുറക്കണുള്ളൂ, സാധനം കുറക്കണില്ല. അപ്പോ ആ രൂപത്തിൽ ഭക്ഷണത്തിന്റെ വിഷയം വളരെ ശ്രദ്ധിക്കുക. സിമ്പിളായി കഴിക്കുക, പച്ചക്കറി ഉപയോഗപ്പെടുത്തുക, അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ ആരോഗ്യത്തിന്റെ വിഷയം പ്രത്യേകം കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചത്. അസ്ലു കുല്ലി ദാഇൻ അൽ മിഅദ ഖാല റസൂലുള്ളാഹി. ഏത് ലൈഫ് സ്റ്റൈൽ രോഗത്തിന്റെയും അടിസ്ഥാന കാരണം ആമാശയം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് രാവിലെ ചെരുപ്പിടാതെ നടക്കാറുണ്ട്. രാവിലെ ചെരുപ്പിടാതെ നടക്കും, വൈകുന്നേരം ചെരുപ്പോട് കൂടെ നടക്കും.
മണ്ണും മനുഷ്യനും ഭയങ്കര ബന്ധം. വുളൂ എടുക്കാൻ ഒരാൾക്ക്, വെള്ളം കൊണ്ട് വുളൂ ചെയ്യാൻ ഒരാൾക്ക് പ്രയാസാണെങ്കിൽ അവിടെ പിന്നുള്ള ഓപ്ഷൻ തയമ്മും ചെയ്യലാണ്. ഈ തയമ്മും ചെയ്യാൻ എന്താ ഉപയോഗപ്പെടുത്തേണ്ടത്? മണ്ണാണ്. എന്താ മണ്ണ് തിരഞ്ഞെടുക്കാൻ കാരണം? അത് അസുലായതിന് വേണ്ടി ഒരു മനുഷ്യന്റെ അടിസ്ഥാനം മണ്ണാണ്. മണ്ണിലുള്ള മൂലകവും മനുഷ്യ ശരീരത്തിലുള്ള മൂലകവും രണ്ടും നോക്കിയാൽ ഒരേപോലെ അനുഭവപ്പെടാം. സംഭവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ചെരുപ്പിടാതെ മണ്ണിലൂടെ നബി തങ്ങൾ നടക്കാറുണ്ട്. രാവിലെ നടക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈറ്റമിൻ ഡി കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? സൂര്യപ്രകാശത്തിലാണ്. ആ സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ റാഹത്തും സന്തോഷം ഉണ്ടാവണമെങ്കിൽ 9 മണിയുടെ മുമ്പ് സൂര്യപ്രകാശം നമ്മുടെ വീടിന്റെ കിഴക്കേ ചുമരിൽ പതിച്ചിരിക്കണം. അഥവാ അതാണ് പടിഞ്ഞാറ് ഉയർച്ചയുള്ള കിഴക്ക് ചെരിവുള്ള ഭൂമിയിൽ ഓപ്പോസിറ്റ് ഭൂമിയേക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ടാവാൻ കാരണം. ആസ്തമ രോഗം കൂടുതൽ ഉണ്ടാവുക ഈ കിഴക്ക് ഉയർന്ന ഭൂമിയിൽ താമസിക്കുന്നവർക്കാണ്. ഭൂമി 23.5 ഡിഗ്രി വടക്ക് ചെരിഞ്ഞ് 1609 കിലോമീറ്റർ വേഗതയിൽ കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്കത്തിന്റെ ഫലമായി ജിയോ എനർജിയും മാഗ്നറ്റിക് എനർജിയും കോസ്മിക് എനർജിയും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിലേക്ക് കിട്ടണം. സൗരോർജവും കാന്തികോർജവും ഭൗമോർജവും. അങ്ങനെയാകുമ്പോഴാണ് വീട്ടിൽ സന്തോഷമുണ്ടാകുന്നത്. ഒരാൾക്ക് 350 ഘനയടി വായു പെർ മണിക്കൂറിൽ കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ തർഫഅ ബിനാഅക ഫൗഖ ദാരി അഖീക ഫതസുദ്ദു അലൈഹി റീഹ്. നീ വീടെടുക്കുമ്പോൾ സഹോദരന്റെ എയർ സർക്കുലേഷൻ തടയുന്ന രൂപത്തിൽ നീ വീടെടുക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ കാരണം എന്താണ്? അവിടുന്ന് ഈ ലോകത്തിന്റെ അനുഗ്രഹമാണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. കണക്കുകളുടെ വിഷയം, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം ദീനുൽ ഇസ്ലാമിൽ കൃത്യമാണ്. അതുകൊണ്ട് ഒരാളുടെ പരിപൂർണതയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഉള്ളത് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമതായി ഒരാളെ തെരഞ്ഞെടുക്കാറുള്ളത് അവരുടെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഔദാര്യം പോലെ മറ്റൊരു ഔദാര്യവും ഇല്ല. അവിടുന്ന് ജീവിതത്തിന്റെ പഞ്ചഘട്ടങ്ങളിൽ കഴിയുമ്പോ, ആത്മാവിന്റെ ലോകത്ത് കഴിയുമ്പോൾ ലോകത്തിന്റെ അനുഗ്രഹമാണ്, ശാരീരിക ലോകത്ത് കഴിയുമ്പോൾ ലോകത്തിന്റെ അനുഗ്രഹമാണ്, എന്ന് ബർസഖിയായ ലോകത്താണ് ലോകത്തിന്റെ അനുഗ്രഹമാണ്. നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ അവിടെയും ലോകത്തിന്റെ അനുഗ്രഹമാണ്. ഇനിയോ സ്വർഗലോകമോ ഉദ്ഘാടനം തന്നെ മുത്തുനബിയാണ്. ആത്മാവിന്റെ ലോകത്ത് അവിടുന്ന്, ആത്മീയ ലോകത്ത് അവിടുന്ന് ജീവിക്കുമ്പോ ലക്ഷക്കണക്കായ അമ്പിയാക്കൾക്ക് പ്രവാചകത്വം ലഭിക്കാനുള്ള ചെയ്യപ്പെടുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂലിലൂടെയാണെന്ന് സൂറത്തുൽ അഹ്സാബ് അഅറാഫ് സൂറത്ത് നോക്കിയാൽ കാണാം. കുന്തു അവ്വലഹും ഫിൽ ഖൽഖി വആഖിറഹും ഫിൽ ബഅസി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഞാൻ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവസാനം നിയോഗിക്കപ്പെട്ടവരുമാണ്. ആ നിലക്കാണ് അല്ലാഹുവിന്റെ റസൂലെങ്കിൽ യുസബ്ബിഹുല്ലാഹ ദാലികൻ നൂറു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി. ഹബീബായ നബി തങ്ങൾ ആത്മീയമായി മലക്കുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെ നടന്നിരുന്ന സംഭവങ്ങളെ എവിടുന്ന് വീക്ഷിച്ചിരുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമൂഹത്തെ കൊണ്ട് അല്ലാഹു എന്താണ് ചെയ്തത് എന്ന് അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് കണ്ടില്ലയോ? തങ്ങളോട് ചോദിക്കുകയാണ്. കണ്ടു. അന്ന് ആത്മാവിന്റെ ലോകത്താണ്. എന്നാലും കണ്ടു വന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ വ്യക്തികളെ കുറിച്ചും ഹബീബായ നബി തങ്ങൾക്കറിയാം. അവിടുത്തെ പരിപൂർണത എങ്ങനെയാ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് നടന്ന സംഭവമാണ് ആനക്കലഹ സംഭവം. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന നബി തങ്ങളുടെ ഉപ്പൂപ്പ ഏത് വിഷയവും റബ്ബിനോട് ചോദിക്കും.
കാബ പൊളിക്കാൻ വേണ്ടി 300 ചില്ലാനം ആനകളുമായി അബ്രഹത്ത് വന്നപ്പോ കാബന്റെ അടുത്ത് നിന്ന് അബ്ദുൽ മുത്തലിബ് ഇറങ്ങിപ്പോയി അള്ളഹാനോട് പറഞ്ഞു, കാബ റബ്ബെ നിന്റെ വീടാണ്, വേണമെങ്കിൽ നോക്കിക്കോ, എനിക്ക് അതിന്റെ ഉത്തരവാദിത്തമല്ല, ഞാൻ പോവാണ്. കാരണം അതിന്റെ മുക്രിയായിരുന്നു, അന്ന് നോട്ടക്കാരനായിരുന്നു. മുക്രി എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കാന്ന് പറയും. അക്രാ യുക്രി ഇക്രാം ഹോ മുക്രി. അതുകൊണ്ടാണ് ഇപ്പൊ പള്ളിയിൽ ഇപ്പൊ നമ്മൾ ഫാൻ ഓണാക്കിയാലും മുക്രി എന്നിട്ട് ഓഫാക്കിയിട്ട് ഓണാക്കും. അത് നിങ്ങളല്ല വേണ്ടത്, നമ്മളെന്ന നിലക്ക് എന്താണ് അത് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർ ഒരാൾ ടൈൽസിൽ വീഴരുത് എന്നുള്ള ബോർഡിന്റെ താഴെ ഒരാൾ വഴുതി വീണപ്പോൾ ഇവരൊക്കെ വിട്ടുകൊടുത്തു, അങ്ങനെ വീഴാൻ പാടില്ല, ബോർഡ് നോക്കിയില്ലെന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിരീക്ഷിക്കുന്ന ആളാണ് ഈ പള്ളിയിലെ മുക്രി എന്ന് പറയുന്നത്. മുക്രി എന്ന വാക്കിന്റെ അർത്ഥം മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ വാക്ക് വന്നത് എന്ന് പറയപ്പെടുന്നു. ചില ആളുകൾ പറയും എം യു ക്രി വൈ മുക്രീൻ, അങ്ങനെയല്ല, ഇതിങ്ങനെ വന്നത്. അപ്പോ അബ്ദുൽ മുത്തലിബ് എന്നവര് പോയി, അബ്രഹത്തും കൂട്ടരും നശിപ്പിക്കപ്പെട്ടു. ഭയങ്കര സംഭവം. ഖുസൈന്റെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചെടുത്ത് സംസം വെള്ളമുണ്ടായി. ആ സംസം കിണർ പിന്നെ ഫത്തുമ്മ മൂടപ്പെട്ടു, അപ്രത്യക്ഷമായി. സംസം പോയി. ആരെ കാലത്ത്? നബി തങ്ങളുടെ 16ാമത്തെ ഉപ്പാപ്പ ഖുസൈന്റെ കാലഘട്ടത്തിൽ 3800 വർഷം മുമ്പ്, നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 3800 വർഷം മുമ്പ് സംസം അപ്രത്യക്ഷമായി. പക്ഷെ തലമുറകളായി ആ വിവരങ്ങൾ ഇങ്ങനെ ശേഖരിക്കപ്പെട്ടു. ആ വിവരങ്ങൾ ഇങ്ങനെ ശേഖരിക്കപ്പെട്ടപ്പോ അബ്ദുൽ മുത്തലിബ് എന്നവര് അള്ളാഹുവോട് ദുആയിരുന്നു, റബ്ബേ ഒരു സംസമിന്റെ വർത്താനം കേട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് അറിയിച്ചു തന്നാല് റാഹത്തായിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണാം. ഒരു കാക്ക വന്നിട്ട് ഇങ്ങനെ കുറ്റിയടിക്കുകയാണ് കാക്ക. ആ കാക്ക ഇങ്ങനെ സ്വപ്നത്തിലാണ് ഇങ്ങനെ കൊത്തിയപ്പോ അവിടെ ഒരു വെള്ളം ഇങ്ങനെ പൊന്തി. രാവിലെ എണീറ്റ് നോക്കുമ്പോ അവിടെ അതുണ്ടായിരുന്നു, അവിടെ ആ വെള്ളം ഉണ്ടായിരുന്നു. ഉടനെ അവിടെ കുഴിച്ചു, അങ്ങനെ സംസം വന്നത്. ആ സംഭവം, ആനക്കലഹ സംഭവം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, നബി തങ്ങൾ ആ ലോകത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ആ കാലഘട്ടത്തിൽ അവിടുന്ന് ജീവിച്ചു. പ്രശ്നപ്രയാസം വരുമ്പോൾ സമൂഹം ഭാവിയിൽ വരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി. ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടമാണ്. അവിടുന്ന് ജീവിക്കുമ്പോൾ ലോകത്തിന് അനുഗ്രഹമാണ്. വല്ലാഹി ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖനാ വലാ സല്ലൈനാ വനഹ്നു അൻ ഫളിക മസ്തഗ്നൈനാ വതബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ. ഹബീബായ നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കില്ലായിരുന്നു, ഞങ്ങൾ നിസ്കരിക്കില്ലായിരുന്നു, നോമ്പെടുക്കില്ലായിരുന്നു. എല്ലാം അല്ലാഹുവിന്റെ റസൂല് വന്നതുകൊണ്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അവിടുന്ന് ഈ ലോകത്തിന് അനുഗ്രഹമായിട്ടാ വന്നത്. അതുകൊണ്ട് അവിടുത്തെ പരിഗണിക്കൽ ലോകത്തിന്റെ കടമയാണ്. ഇന്നി ലഅരിഫു അജ്റൻ യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ. അതുകൊണ്ടാണ് കല്ലുകൾ അല്ലാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനോട് ചന്ദ്രൻ പിളർന്നത്, ചന്ദ്രൻ 2ആയി പിളർന്നത് ഖുർആനിലുണ്ട്. മാനപ്പെരുമാൾ എന്ന കേരളം ആ കാലഘട്ടത്തിലെ മിസ്രിസ്മരിച്ചിരുന്ന മാനപ്പെരുമാൾ എന്ന് പറയുന്ന വ്യക്തി ചേരമാൻ പെരുമാളിന്റെ ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ, ആ ബാപ്പയാണ് മാനപ്പെരുമാൾ എന്ന് പറയുന്നത്. ആ മാനപ്പെരുമാൾ ചന്ദ്രൻ പിളർന്നത് കണ്ടു. കടലിലൂടെ യാത്ര ചെയ്തിരുന്നവർ കേരളം കണ്ട് വിശ്രമിക്കാൻ വേണ്ടി സറംദ്വീപിലേക്ക് പോകുന്ന, ശ്രീലങ്കയിലേക്ക് പോകുന്ന ആളുകൾ കരയിലേക്ക് വന്നു. അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, അവരുമായി സംസാരിച്ചു. അങ്ങനെ ഈ ചന്ദ്രൻ പിളർന്നത് അന്ന് കണ്ടത് നബി തങ്ങളുടെ മുഅ്ജിസത്താണെന്ന് മനസ്സിലാക്കി. നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ലഗേജ് എല്ലാം കെട്ടി ഇവരുടെ കൂടെ യാത്ര പോയി. ഹാക്കിം ഉദ്ധരിക്കുന്നത് കാണാം, അന്ന മലികം മിൻ മുലൂക്കിൽ ഹിന്ദ്, ഇന്ത്യ രാജ്യത്തെ ഒരു ഭരണാധികാരി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. ദീൻ
ദീൻ വിശ്വസിച്ചു. നബി തങ്ങൾക്ക് സമ്മാനം കൊടുത്തു. എന്ത്? ഇഞ്ചി, ജിഞ്ചർ. നബി തങ്ങൾക്ക് സമ്മാനം കൊടുത്തത് ഇഞ്ചിയാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി. അവിടുന്ന് കരഞ്ഞു. ആ കരഞ്ഞ കണ്ണുനീരിലാണ് ഇഞ്ചി ഉണ്ടാകുന്നത്. അവിടുത്തെ വയർപ്പിലാണ് ചന്ദനം ഉണ്ടാകുന്നത്. അവിടുന്ന് ഇരുന്നിടത്താണ് കുരുമുളക് ഉണ്ടാകുന്നത്. കിതാബുകളിൽ കാണാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി തങ്ങള് ഇവിടെ ചന്ദ്രൻ അംഗീകരിച്ചിരുന്നു. അതാണ് അൽ ബദ്റു ശുഖബി അംരിഹി വശംസു ഖറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മുഅ്ജിസത്ത് കാണിച്ചിരുന്നു. സൂര്യനെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കറക്കം അത് ഓപ്പോസിറ്റ് റൂട്ടിലാക്കുക എന്നതാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ട്. നബി തങ്ങൾ വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ വന്നു. ഒരാറാബി നബി തങ്ങളോട് ചോദിച്ചു, മാലാമത്ത് നബുവത്തിക, നിങ്ങൾ ഒരു നബിയാണ് എന്നുള്ളതിന്റെ എവിഡന്റ് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ മരത്തോട് ചോദിച്ചാൽ മതി. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മരത്തോട് ഈ സാധാരണക്കാരൻ പറഞ്ഞപ്പോ ആ മരം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. മൗലായ സ്വല്ലി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തോട് പറഞ്ഞ മരം വന്നു. അപ്പൊ ഈ ആറാബി നബി തങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ആറാബിയോട് പറഞ്ഞു, ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനും സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം. എന്നിട്ട് ഉമ്മമാര് ശ്രദ്ധിക്കണം, നബി തങ്ങൾ പറഞ്ഞത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കും. അത്ര ബന്ധമാണ്, അത്ര കടപ്പാടാണ്, ഇണയുടെ തുണയാണ്. എന്തിനാണ് വിവാഹ ജീവിതം? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു തആല ഭാര്യ ഭർത്തൃ ജീവിതം എന്നുള്ളത് മാരീഡ് ലൈഫ് എന്തിനാണ്? ലിതസ്കുനു ഇലൈഹാ, ലിതസ്കുനു ഇലൈഹാ. ഭാര്യയിലൂടെ ഭർത്താവിന് ആശ്വാസമാണ് വേണ്ടത്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത് വാരിയലിൽ നിന്ന് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് പുരുഷന് ഒരു വാരിയലിൽ ഇടത് ഭാഗത്ത് സ്ത്രീയെ അപേക്ഷിച്ച് കുറവായിരിക്കും. അത് കഴിഞ്ഞ് പെണ്ണുങ്ങൾ ചിരിക്കണ്ട, ഓൽക്ക് 25 ഗ്രാം തലച്ചോറും കുറവാണ്. ഫിസിയോളജി പഠനം നടത്തിയ, ഹ്യൂമൻ അനാട്ടമി പഠനം നടത്തിയ ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ബ്ലഡ് അതിൽ അളവ് കുറവുണ്ട്, തലച്ചോറ് അത് അളവ് കുറവുണ്ട്. പുരുഷന്മാരുടെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സെൻട്രിക് ഇന്റലക്ച്വൽ ബ്രെയിൻ, പെണ്ണിൻ്റെതാണെങ്കിലോ റൈറ്റ് സെൻട്രിക് ഇമോഷണൽ ബ്രെയിൻ. പെണ്ണിൻ്റെത് കൂടുതൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്, ആണിൻ്റെത് പ്രവർത്തിക്കുന്നതോ അത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ വൈകാരിക തലച്ചോറാണ് കൂടുതൽ അവർക്കുണ്ടാവുക. അതുകൊണ്ടാണ് സ്നേഹം, കോപം, അതുപോലെയുള്ള സംഭവങ്ങൾ, ഇമോഷണൽസ് വിഷയം കൂടുതൽ സ്ത്രീകൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ മുറി കെട്ടാനും ഇഞ്ചക്ഷൻ വെക്കാനൊക്കെ കൂടുതലും ഈ സ്ത്രീകളെ സിസ്റ്റേഴ്സ് ആയിട്ട് കൊണ്ടുവരാറുള്ളത് അതിന്റെ പേരിലാണ്. കാരണം അവർക്ക് അനുകമ്പ കൂടും. പുരുഷന്മാരുടേതോ അത് ഈ സെൻട്രിക് ആയിട്ടാണ്, ലെഫ്റ്റ് സെൻട്രിക് ആയിട്ടാണ് പ്രവർത്തിക്കുക, പവർഫുൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഭാര്യ ഭർത്തൃ തങ്ങളുടെ ബന്ധം ഭയങ്കര സംഭവമാണ്. ഒരാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ദുനിയാവിലെ സൗഭാഗ്യം 4 സൗഭാഗ്യമാണ്. അൻ തകൂന സൗജതുഹു മുവാഫിഖ, മെന്റൽ അറ്റാച്ച്മെന്റ്, ഫിസിക്കൽ അറ്റാച്ച്മെന്റ്, ഫിനാൻഷ്യൽ അറ്റാച്ച്മെന്റ്, ഹെൽത്തി അറ്റാച്ച്മെന്റ്. ഈ നിലക്കുള്ള പൊരുത്തം ഉണ്ടാകാം. മെന്റൽ അറ്റാച്ച്മെന്റ്, മാനസിക പൊരുത്തം ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകണം.
ചിലപ്പോഴൊക്കെ പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് പല ഭാഗങ്ങളിലും. പറയുമ്പോൾ കുറെ പറയാണ്ട് ഞാനിലേക്ക് കടക്കുന്നില്ല. ഈ അറാബിയോട് അങ്ങനെ പറഞ്ഞു. അറാബി പറഞ്ഞു, ആ മരം അങ്ങോട്ട് തന്നെ പൊയ്ക്കോട്ടെ, കാരണം ആരാന്റെ തേക്ക് വീരാന്റെ സ്ഥലത്ത് വന്നാൽ അത് പ്രശ്നമാണ്. അപ്പം ആയതുകൊണ്ട് അങ്ങനെ മാറ്റാൻ വേണ്ടി പറഞ്ഞു. സംഭവങ്ങൾ കാണാം. എന്തേ? വൃക്ഷങ്ങൾക്ക് നബി തങ്ങൾ കാരുണ്യമാണ്. മൃഗങ്ങൾ നബി തങ്ങളുടെ അടുക്കിലേക്ക് വന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ആ രൂപത്തിലാണ് ബർസഖിയായ ലോകത്തോ അവിടുന്ന് മിനൻ നദരി ഫീ അഅമാലി ഉമ്മത്തിഹി നമ്മളെ നബി തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മീയ സാന്നിധ്യം അവിടുത്തെ കുറിച്ച് പറയുന്ന വേദികളിൽ ഉണ്ടാകുമെന്നാണ്. വത്തറദ്ദുദി ഫീ അഖ്താരിൽ അർളി ബിഹുലൂലിൽ ബറക നാലാമതായി വശുഹൂദി ജനാസതി സാലിഹി ഉമ്മ നല്ല ആളുകൾ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ആശ്വസിപ്പിക്കാൻ വരും എന്നാണ്. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, ഏത് സമയത്താണ് എന്നറിയില്ല. 1998 ഞാൻ മർക്കസിൽ നിന്നിറങ്ങിയതെങ്കിൽ എൻ്റെ കൂടെ റൂമിൽ താമസിച്ചിരുന്ന സഖാഫിയാണ് കഴിഞ്ഞയാഴ്ച നമ്മോട് വിട പറഞ്ഞത്. ബഹുമാനപ്പെട്ട ജലീൽ സഖാഫി എന്ന് പറയുന്ന പണ്ഡിതന് ഇവിടേക്ക് ഒരു വിസിറ്റിന് വന്ന് പോകുന്നതിന്റെ തൊട്ട് മുമ്പല്ലേ അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു ഷഹാദത്തിന്റെ പവർ കൊടുക്കുമാറാവട്ടെ. എത്രയോ ആളുകൾ അങ്ങനെ വിട പറയുന്നു. നമ്മൾക്കും അള്ളാഹു എപ്പോഴാണെന്നറിയില്ല. 2024 25 2030 ഉള്ള ഒരു കലണ്ടറിലെ ഏതോ ഒരു മാസത്തിലെ ഏതോ ഒരു തീയതി എന്റെ തീയതിയാണ്, നിങ്ങളുടെ തീയതിയാണ്. ഏത് സമയം റബ്ബ് വിളിക്കും എന്നറിയില്ല. നമ്മളാരും തീരുമാനിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നവരല്ല, നമ്മളാരും തീരുമാനിക്കുമ്പോൾ പോകുന്നവരുമല്ല. എല്ലാം രാജാതിരാജനായ റബ്ബിന്റെ അധീനതയിലാണ്, അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അലിഫ് ബാ ത എനിക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദ് ഖബറിലാണ്, എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഉസ്താദ് ഖബറിലാണ്, എന്റെ ദർസിലെ പ്രധാന ഗുരുവര്യന്മാര് ഖബറിലാണ്, മർക്കസിലെ പ്രധാന ഉസ്താദുമാര് ഖബറിലാണ്. സുൽത്താനുൽ ഉലമയാണ് ഇപ്പോഴുള്ള. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓ സഹോദരന്മാരെ, ആ നിലക്കുള്ള മരണം എന്ന് പറയുന്നത് അൽ മൗതു റഹത്തുൽ മുഅ്മിൻ, മരണം ശിക്ഷയല്ല, മരണം ദ്രോഹമല്ല, മരണം കഷ്ടപ്പെടുത്തലല്ല. ഒരു മുഅ്മിനായ മനുഷ്യന് മരണം എന്ന് പറയുന്നത് അത് റാഹത്താണ്, അത് പ്രസന്റേഷനാണ്, അത് കഫാറത്താണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്. എന്തേ കാരണം? മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് ആശ്വസിപ്പിക്കാൻ വരുമെത്രേ. അസ്റായീൽ അലൈഹിസ്സലാം ഈ മരിക്കാൻ പോകുന്ന ആളോട് പറയും, ഇന്നല്ലാഹു യുഖ്രിഉ അലൈക്കസ്സലാം, അള്ളാഹു നിങ്ങൾക്ക് ശാന്തി നേരുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നേരുന്നുണ്ട്. അതേ സ്വർഗീയ ഹൂറികൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ സന്തോഷ വാർത്ത പറയുമ്പോ എൻ്റെ അടുക്കൽ തരാനൊന്നുമില്ല, എൻ്റെ റൂഹ് എടുത്തോളൂ എന്ന് പറഞ്ഞ് റൂഹ് എടുത്തു കൊടുക്കും എന്നതാണ്. നേരെ മറിച്ചാണെങ്കിൽ വ്യക്തി ജീവിതം സംശീകരിക്കാതെ, സ്പിരിച്വാലിറ്റി കൈവിട്ടുകൊണ്ട്, ദീനനുഷ്ഠിക്കാതെ, കടപ്പാടുകൾ കൈയൊഴിച്ചുകൊണ്ട്, ബാധ്യതകളിൽ ബോധവാനാവാതെ ജീവിച്ച ആളുകളുണ്ടോ? അവരുടെ അടുക്കൽ ഒരു മലക്ക് വന്ന് ചോദിക്കും, അയിന ജസദുകൽ ഖവി, നീ ജിമ്മിന് പോയിരുന്നില്ലയോ? നീ എക്സസൈസ് എടുത്തിരുന്നില്ലയോ? നീ ഹെൽത്തി ആവാൻ ശ്രമിച്ചിരുന്നില്ലയോ? നിന്റെ ബോഡി എവിടെയാണ്? വഅൈന അംവാലുക, എവിടെയാണോ നിന്റെ സമ്പാദ്യം? എവിടെയാണ്? എത്ര കോടിക്കണക്കിന് സമ്പാദ്യമുണ്ടെങ്കിലും പോകുമ്പോൾ 3 കഷ്ണം തുണിയാണ്, ഒരൽപ്പം പരുത്തി മാത്രമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എവിടെയാണ് ശരീരമുള്ളത്? ഐന ലിസാനുകൽ ഫസീ, നീ സംസാരിക്കുന്നവനായിരുന്നില്ലയോ? നിന്റെ സംസാരം എവിടെ പോയി? നിന്റെ പ്രഭാഷണം എവിടെ
പോയി? നീ പ്രസിഡന്റ് ആയിരുന്നില്ലയോ? നീ മന്ത്രിയായിരുന്നില്ലയോ? നീ രാജാവായിരുന്നില്ലയോ? നിന്റെ സ്ഥാനമാനങ്ങൾ എവിടെ പോയി എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മോട് ചോദിക്കുമെത്രേ. എന്നാൽ നല്ലവരാണോ? ഹബീബായ നബി തങ്ങൾ കൂടെയുണ്ട്, സപ്പോർട്ടിന് മുത്ത് ഹബീബുണ്ട്. ആ ഹബീബാണ് നമുക്ക് വേണ്ടത്. അതേ ഖബറിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്, പരലോകത്തോ അവിടെയും മുത്ത് നബിയാണ്. മഹാനപ്പെട്ട അനസ് ബിൻ മാലിക് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് അവസാനത്തായത്തിറങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വന്നപ്പോ വാതിൽ കൊട്ടിക്കൊണ്ട് അവിടുന്ന് ഇങ്ങനെ പുറത്തു നിന്നപ്പോ ആരാ എന്ന് ചോദിക്കുമ്പോ ഹുവൈദ് മുഖഉനൈസ്, പാവപ്പെട്ട അനസ് മോനാണ്, അങ്ങൊന്ന് വാതിൽ തുറക്കുമോ? നബി തങ്ങൾ തുറന്നു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോനെ എന്താ വേണ്ടത്? 8 വർഷം 10 വർഷത്തോളം 8ാമത്തെ വയസ്സ് മുതൽ 18ാമത്തെ വയസ്സ് വരെ എനിക്ക് സേവനം ചെയ്തിട്ട് ഞാൻ മന്ത്ലി സാലറി തന്നിട്ടില്ല, ഡെയിലി വേജസ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ലല്ലോ. എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, എനിക്ക് 3 കാര്യം വേണം. ഒന്ന്, എൻ്റെ ഉമ്മാന്റെ കൈ പിടിച്ചുകൊണ്ട് 8ാമത്തെ വയസ്സിൽ അങ്ങയുടെ മുമ്പിൽ വന്നപ്പോ എൻ്റെ തലയിൽ കൈവച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അസ്ബിഗിൽ വുളൂഅ, വുളൂ എടുക്കുമ്പോ സുന്നത്തെടുക്കണം, ദിക്ർ ചൊല്ലണം, 3 പ്രാവശ്യം കഴുകണം, തല മുഴുവനും തടവണം, കൈകാലുകൾ കൃത്യമായി കഴുകണം. അങ്ങനെ വുളൂ പരിപൂർണമായി എടുത്താൽ യസിദ് ഉംറുക, ആയുർദൈർഘ്യമുണ്ടാകും, ദീർഘായുസ്സുണ്ടാകും എന്ന് തുടങ്ങി 20 കാര്യങ്ങൾ അങ്ങ് പറഞ്ഞല്ലോ. അത് എൻ്റെ ജീവിതാന്ത്യം വരെ നിലനിർത്താൻ അങ്ങന്റെ തൗഫീഖ് ഉണ്ടാകണം. രണ്ടാമതായി പറഞ്ഞത്, നബിയേ, അങ്ങ് ഞങ്ങൾക്ക് യാത്രയുടെ മൊഴിയാണ് നൽകുന്നത്. അങ്ങ് യാത്രയാവുക എന്ന് തോന്നുന്നുണ്ട്. അങ്ങ് യാത്രയായാലും അങ്ങയെ കാണാതിരിക്കാൻ എനിക്ക് കഴിയൂല. വഫാത്തായാലും അങ്ങയെ കാണാനുള്ള അവസരം നൽകണം. മൂന്നാമത് ശഫാഅത്ത് നൽകണം. അല്ലാഹുവിന്റെ റസൂൽ ആ 3ഉം സമ്മതിച്ചു. അവിടുന്ന് വുളൂ പരിപൂർണമാക്കിയെടുത്തു. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ വഫാത്തായ ശേഷം 70 ബഹുമാനപ്പെട്ടവർ 79 കൊല്ലം ജീവിച്ചു. ഏകദേശം 27,000 ദിവസത്തോളം ജീവിച്ചു. രണ്ടാമത് പറഞ്ഞത് കാണണം എന്നാണ്. നബി തങ്ങൾ വഫാത്തായതിന്റെ ശേഷം 27,000 പ്രാവശ്യം ഹബീബിനെ കാണാൻ അനസ് ബിൻ മാലിക് തങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് വഫാത്തിന്റെ മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബിനെ ഒന്ന് കാണാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞത്, ഹബീബായ തങ്ങളെ ശഫാഅത്ത് ചെയ്യണം എന്നാണ്. ഞാൻ ശഫാഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ചോദിച്ചു, ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ പരലോകത്ത് എവിടെയാണ് അന്വേഷിക്കുക എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ, ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കലുണ്ടാകും. അവിടെ കണ്ടില്ലെങ്കിലോ മീസാനിന്റെ അടുക്കലുണ്ടാകും. അവിടെയും കണ്ടില്ലെങ്കിലോ സിറാത്ത് പാലത്തിന്റെ അടുക്കലുണ്ടാകും. 3 മേഖലയാ നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന് ഹൗദുൽ കൗസറാണ്. നിത്യവും ഉറങ്ങുന്നതിന്റെ മുമ്പ് 3 ഇന്നാ അഅതൈനാക്കൽ കൗസർ ഓതുക. അത് ഓതുന്ന ആളുകൾക്ക് സാമ്പത്തിക പരാധീനത വരാതിരിക്കാൻ വളരെ നല്ലതാണ്. ഇന്ന് റബീഉൽ അവ്വലിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് 3 കാര്യം പറയാം. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഹലാലിലൂടെ സമ്പാദിച്ച് പൊരുത്തത്തിൽ ചെലവഴിക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ. ഒരുപാട് ആളുകൾ വീടില്ലാത്തവരുണ്ട്. കുറെ ആളുകൾ എടുത്ത വീട് കടം വന്ന ആളുകളുണ്ട്. പല നിലക്കുള്ള പല ആളുകളുണ്ട്. എപ്പോഴും എല്ലാ മേഖലയിലും സൂക്ഷ്മത ഉണ്ടാവുക. വരുമാനം ഒരു ബക്കറ്റിലേക്ക് ഒഴുകുന്ന വെള്ളം പോലെയാണ്. ചെലവ് ആ ബക്കറ്റിന്റെ അടിയിലെ ദ്വാരങ്ങളെ പോലെയാണ്.
എത്ര ദ്വാരം അടയുന്നോ അതിനനുസരിച്ച് ഇവിടെ സേവിങ് ഉണ്ടാകും. സേവിങ് ഉണ്ടെങ്കിലേ നമുക്ക് ദീനിനും സമൂഹത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ടൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഒരു സാമ്പത്തിക അച്ചടക്കം നമുക്കൊക്കെ വേണം. ദിവസം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സ്വഹാബി ഏറ്റവും പണക്കാരനായ സ്വഹാബിയാണ്. ആ സ്വഹാബിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുന്ന ആളുകൾ സാമ്പത്തികമായി കുടുങ്ങൂല എന്നാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആരെ പേരിലെ പറഞ്ഞ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. എപ്പോൾ ഓതിയാലും വേണ്ടില്ല, ഒരു ഫാത്തിഹ ദിവസം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ പേരിൽ ഓതുക. 3 ഇന്നാ അഅതൈനാക്കൽ കൗസർ എന്ന സൂറത്ത് ഉറങ്ങുന്നതിന്റെ മുമ്പ് പാരായണം ചെയ്യുന്നത് സാമ്പത്തിക പരാധീനത വരാതിരിക്കാൻ വളരെ നല്ല കാര്യമാണ്. മറ്റൊന്നൊരു സ്വലാത്താണ്. ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് അഷ്റഫ് ഉസ്താദിന്റെ അടുത്ത് ഏൽപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് യാ മുഗ്നി അലാ ബഹരി ജൂദിക വഅൻക ലാ യസ്തഗ്നി. ഒരു 11 പ്രാവശ്യം ആ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് എത്ര വലിയ ബാധ്യതയാണെങ്കിലും ആ ബാധ്യത വീടുമെന്നാണ് മദീന മുനവ്വറയിൽ നിന്ന് കിട്ടിയ സ്വലാത്താണ്. ആ സ്വലാത്ത് റബീഇന്റെ സമ്മാനമായി എല്ലാവരും ഉസ്താദിൽ നിന്ന് ചോദിച്ചു വാങ്ങണം. ഇൻഷാ അല്ലാഹ് അവിടെ ഏൽപ്പിക്കാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് യാ മുഗ്നി അലാ ബഹരി ജൂദിക വഅൻക ലാ യസ്തഗ്നി. ഈ 3 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒന്ന് ഫാത്തിഹ ഓതുക അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളുടെ പേരിൽ, മറ്റൊന്ന് ഇന്നാ അഅതൈനാക 3 പ്രാവശ്യം ഓതി. അതുപോലെ ഈ സ്വലാത്തും പതിവാക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാവും, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ പൂവണിയും. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ് അല്ലാഹ് എന്ന് മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം നമുക്ക് ദ്വാരിക്കണം. ഞാൻ തോനെന്നും ദ്വാരിക്കാറില്ല, 4.5 മിനിറ്റേ ദ്വാരിക്കാറുള്ളൂ, അതിൻ്റെ ഉള്ളിലെ ദ്വാ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പോവുക. ഇൽമ് എന്ന് പറഞ്ഞാൽ മജ്ലിസുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്ത് ചോദിച്ചാലും കിട്ടുന്ന സ്വർഗത്തിൻ്റെ സ്വഭാവത്തിലുള്ളതായത് കൊണ്ട് തന്നെ ഇൽമിൻ്റെ പേരിൽ, മദ്ഹിൻ്റെ പേരിൽ, മുത്ത് ഹബീബിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലാം, ദുആയിരക്കാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ശുക്രൻ, ജസാക്കല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്ത് നമ്മൾ പിരിയുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ, ശേഷം നമ്മുടെ ഈ ഗ്രാൻഡ് പരിപാടി, ഇത് കഴിഞ്ഞാൽ സഹോദരിമാരുടെ പരിപാടി, മദ്രസ വിദ്യാർത്ഥികളുടെ, പെൺകുട്ടികളുടെ പരിപാടി, അതൊക്കെ നടക്കുകയാണ്. ഈ എല്ലാ വിഷയത്തിലേക്കും ഇവിടെ കാശ് തന്നവരുണ്ട്, ഭക്ഷണം നൽകിയവരുണ്ട്, അതുപോലെ പൊരിക്കടികളായി, സ്നേച്ചുകളായി, ജ്യൂസ്, വെള്ളം തുടങ്ങിയ ഒരുപാട് സംഭാവന നൽകിയവർ, പ്രോത്സാഹന സംഭാവന നൽകിയ ആളുകൾ, കമാലിയ ഷോപ്പിംഗ്, ഫ്ലെക്സി, അതുപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് കടകൾ, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, ഭക്ഷണം നൽകിയ ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഇങ്ങനെ 1 മുതൽക്ക് 12 വരെയും 12ന്റെ ഭക്ഷണങ്ങളൊക്കെ നൽകിയ എല്ലാവർക്കും വേണ്ടിയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് ദുആ ചെയ്തു തരുന്നതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരുപാട് മാന്യ വ്യക്തിത്വങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട നിസാർ ഹാജി, അതുപോലെ നജീബ് ക, നമ്മുടെ ഷമീർ കലുലു തുടങ്ങിയ, സലാം ഹാജി നാട്ടിലാണ്, അതുപോലെ MA അബ്ദുറഹ്മാൻ ഹാജി നമ്മുടെ സദസ്സിൽ വന്നു, അസീസ് മൗലവി TN ഹാജി, ഖാദർ പള്ളശ്ശേരിക്ക, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സൈദാലിക്ക, നമ്മുടെ വളണ്ടിയർമാരായിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ, നേരത്തെ നമ്മൾ ഇവിടെ പ്രോത്സാഹന സമ്മാനം കൊടുത്ത, നേരത്തെ ഗിഫ്റ്റ് കൊടുത്ത പ്രിയപ്പെട്ട പ്രവർത്തകരടക്കം ICF-ന്റെയും RSC-യുടെയും അതേ പ്രകാരം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അശ്റക അല്പം ചൊല്ലി നമ്മൾ ദുആ ചെയ്ത് നമ്മുടെ ഭക്ഷണം വാങ്ങിയിട്ട് പോകാവൂ. 3 മാസം പ്രായമായ ഒരു കുട്ടിക്ക് വളരെ മേജറായ ഒരു ഓപ്പറേഷൻ നടക്കാനുണ്ടെന്ന് നേരത്തെ ഒരാൾ പറഞ്ഞു. അതുപോലെ കട തുടങ്ങിയിട്ട് അത് വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, വീട് വിൽക്കുന്നതിന് വേണ്ടി, കട വിൽക്കുന്നതിന് വേണ്ടി, പുതിയ തുടങ്ങാൻ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മുടെ ബൈത്ത് കഴിഞ്ഞാൽ, അശ്റക കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. എല്ലാവരും എണീറ്റുന്നാൽ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം
عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاغتفت من كل بدور مثل حسنك ما رأينا قط يا وجه سروري. ഉസ്താദുമാരൊക്കെ സ്റ്റേജിൽ വരണം, ഉസ്താദന്മാരായ ആളുകളൊക്കെ സ്റ്റേജിൽ വരണം. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. أنت شمس أنت بدر أنت نور فوق نوري أنت كثير وغالي أنت مصباح صدوري يا حبيبي يا محمد يا عروس الغافقين يا مؤيد يا ممجد يا إمام القبلتين طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ما رأينا الحيس أنت بالسرى إلا إليك والغمام قد أضلت يا رسول الله والملا سلوا عليك يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله حينما شد المحامل وتنادوا للرحيل جئت والدمع سائل يا رسول الله قلت كيف لي يا دليل يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله كل من في الكون هاموا فيك يا باغي الجبين وعلقهم فيك غرام يا رسول الله واشتياق وحنين يا حبيب الله طالع البدر علينا من ثنيات الوداع وجب الشكر علينا يا رسول الله ما دعا لله داعي يا حبيب الله يا رسول الله يا حبيب الله يا رسول الله يا حبيب الله أفاز عبدك تملى وانجلى عن كل هموم فيك يا بدر تجلى فلك الوصف الحسين يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام
عليكم صلوات الله عليكم يا رسول الله يا رسول الله يا حبيب الله أفاز عبد كتملى وانجلى عن كل هموم فيك يا بدر تجلى فلك الوصف الحسين يا رسول الله يا حبيب الله يا رسول الله يا حبيب الله طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي يا رسول الله يا حبيب الله يا رسول الله يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ليس أزكى منك أصلا قط يا جد الحسين فعليك الله صلى دائما طول الدهور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا ولي الحسنات يا رفيع درجات كفرا عني الذنوب واغفرا لسيئاتي صلى الله على محمد صلى الله أنت غفار الخطايا والذنوب الموبقات أعلم سري وأخفى مستجيب الدعوات ربنا ارحمنا جميعا بجميع الصالحات صلى الله على محمد صلى الله عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين إن شاء الله أستاذ دعاء ഒരുപാട് ആളുകൾ ഈ മഹത്തായ സംരംഭത്തോട് സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. കുറേ ആളുകൾ വ്യത്യസ്ത ആവശ്യം പറഞ്ഞ് ദുആ ചെയ്തവരുണ്ട്. എൻ്റെ ഒരു അയൽക്കാരൻ 2 കിഡ്നിയും പോയി, ഇപ്പോൾ അറ്റാക്കുമായി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. ചെറുപ്പക്കാരനാണ്. അങ്ങനെ പല ആളുകളും വ്യത്യസ്ത വിഷമങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ദുആ മാത്രമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട നജീബുക്ക ആദ്യമായി വിളിച്ചു. അൽഹംദുലില്ലാഹ് വന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കുറേ വഅലൈക്കും അസ്സലാം കിട്ടും എന്നുള്ള നിലക്കും നിങ്ങളോടൊക്കെ ഉള്ള ദുആ വസിയ്യത്ത് എന്ന നിലക്കും എത്തിയതാണ്. ഏതായിരുന്നാലും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله, ഞങ്ങൾ ഓതിയത് ചൊല്ലിയത് സംഘടിപ്പിച്ചത് സംഗമിച്ചത് എല്ലാം സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണം അല്ലാഹ്.
അല്ലാഹുവേ എല്ലാ നിലക്കും ഞങ്ങൾക്ക് റാഹത്ത് നൽകണം അല്ലാഹ്. ദുആ സ്വീകരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ദുആഇന്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമുള്ള വാക്ക്, പ്രവൃത്തി, ചിന്തകളിൽ വന്ന എല്ലാ അപാകതകളും വിട്ടുപുറത്ത് മാപ്പ് നൽകണം അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ കൽപ്പിച്ചത് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ, വിരോധിച്ചത് കൈയൊഴിക്കാത്തതിൻ്റെ പേരിൽ സംഭവിച്ച അപാകതകൾ മുഴുവനും പൊറുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളിലുള്ള എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ സഫലീകരിക്കണം അല്ലാഹ്. എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ പൂർത്തീകരിക്കണം അല്ലാഹ്. എന്തെല്ലാം നൊമ്പരങ്ങളുണ്ടോ കരകയറ്റം നൽകണം അല്ലാഹ്. എന്തെല്ലാം വേദനകളുണ്ടോ പരിഹാരം കാണണം അല്ലാഹ്. അല്ലാഹുവേ, ഹലാലിലൂടെ മാത്രം സമ്പാദിച്ച് പൊരുത്തത്തിൽ മാത്രം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ആനുകൂല്യങ്ങളും ഔദാര്യവും നൽകണം അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് മോചനം നൽകണം അല്ലാഹ്. മറ്റൊരാൾക്ക് ബാധ്യത ബാക്കി വെച്ച് ഞങ്ങളെ ഒരാളെയും മരിപ്പിക്കല്ല അല്ലാഹ്. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഇബാദത്ത് മുടങ്ങുന്ന രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, പ്രായം വകവെക്കാതെ ആരോഗ്യം നോക്കാതെ ഹബീബിന്റെ മജ്ലിസിൽ ഇവിടെ എത്തിയവരുണ്ട്. റബ്ബേ, കാവലാകണം അല്ലാഹ്. ഞങ്ങളെയും അവരുടെയും മുന്നിലും പിന്നിലും ഇടതും വലതും മുകളിലും താഴെയും ഊണിലും ഉറക്കിലും റസൂലുള്ളാഹിന്റെ കാവൽ നൽകണം അല്ലാഹ്. അർഹമുർ-റാഹിമീനായ റബ്ബേ, റാഹത്തുള്ള കുടുംബ ജീവിതം നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാഹ്. റബ്ബേ, എല്ലാ നിലക്കും ഞങ്ങൾക്ക് ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് ആര് എന്തെല്ലാം ഉദ്ദേശം വെച്ച് സഹായിച്ചോ, ആരെല്ലാം എന്തെല്ലാം നിലക്ക് സഹകരിച്ചോ, ആരെല്ലാം ഇതിലേക്ക് തബറുക്കിന്റെ ഫണ്ടിലേക്ക് നൽകിയോ, അതുപോലെ മറ്റു പല നിലക്കും പരസ്യമായും അല്ലാതെയായും വ്യംഗ്യമായും വ്യക്തമായും സഹായിച്ചോ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിലക്കും ഖൈറാത്തുകൾ നൽകണം അല്ലാഹ്. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് റാഹത്ത് നൽകണം അല്ലാഹ്. ഈ രാജ്യത്തിന് എല്ലാ നിലക്കുമുള്ള തുണ നൽകണം അല്ലാഹ്. എല്ലാ നിലക്കുമുള്ള അഭിവൃദ്ധി നൽകണം അല്ലാഹ്. ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് ആയുരാരോഗ്യവും ദീർഘായുസ്സും നൽകണം അല്ലാഹ്. അർഹമുർ-റാഹിമീനായ റബ്ബേ, ആര് ഞങ്ങളിൽ നിന്ന് കൺമറഞ്ഞ് മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. അവർക്ക് റഹ്മത്ത് ചൊരിയണം അല്ലാഹ്. ബർസഖിയായ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അത് മുഴുവനും നൽകപ്പെടുന്നവരില്ലവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളാരും തീരുമാനിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നവരല്ല, ഞങ്ങളാരും തീരുമാനിച്ചപ്പോൾ പോകുന്നവരും അല്ല. റബ്ബേ, ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ്. പോകുമ്പോൾ ഞങ്ങൾക്ക് പുഞ്ചിരിച്ചു പോവണം എന്നുണ്ട്, വുളൂഓട് കൂടെ യാത്രയാവണം എന്നുണ്ട്, ഹബീബിനെ കണ്ണിറയെ കാണണം എന്നുണ്ട്, കലിമ ചൊല്ലി മരിക്കണം എന്നുണ്ട്, സ്വർഗം അതിവരുവോളം കാണണം എന്നുണ്ട്, റഹ്മത്തിന്റെ മലക്കുകളുടെ കൂടെ യാത്ര പോവണം എന്നുണ്ട്. അല്ലാഹ്, അതിന് ഈ മഹബ്ബത്തിന്റെ വേദിയും മുത്തുനബിയോടുള്ള നിഷ്കപട കളങ്കരഹിത മനസ്സിൽ നിന്നുള്ള മഹബ്ബത്തും കാരണമാക്കണം അല്ലാഹ്. അടിമകൾക്ക് വേണ്ടതെന്തെന്ന് ഉടമയായ റബ്ബിനറിയാമല്ലോ. ചോദിച്ച കാര്യങ്ങളും ചോദിക്കാനുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ ആര് ഞങ്ങളോട് എങ്ങനെ ഏതെല്ലാം നിലയിൽ ബന്ധമുണ്ടോ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് കിട്ടുന്ന വേദികൾ നിങ്ങൾക്കും ദുആയിരക്കാമെന്ന് ഏറ്റെടുത്ത് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഒരു പ്രധാനപ്പെട്ട 2 സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം +2 പരീക്ഷയിൽ ഒമാനിൽ തന്നെ ടോപ്പ് മാർക്കോട് കൂടി വിജയിച്ച 2 വിദ്യാർത്ഥികൾക്ക് ഒമാൻ SGM നൽകുന്ന മെമൻറ്റോ വിതരണം ചെയ്യുന്ന ബഹുമാനപ്പെട്ട അസീസ് മൗലവി ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഫർഹാൻ അനസ് അബ്ദുൽ ഖാദർ 2 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനസ്. നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ് പോകരുത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നബിദിന പരിപാടി അത്യധികം സന്തോഷത്തോടെ റാഹത്തോടെ പരിശുദ്ധമാക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച രാവിലെ പര്യവസാനിക്കുകയാണ്. അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ പരിപാടികൾ നടത്തി നമ്മുടെ പിഞ്ചു കുട്ടികൾ, അവർക്ക് പ്രോത്സാഹനം നടത്തിയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, വോളണ്ടിയർമാർ, പ്രവർത്തകർ, എല്ലാവർക്കും നമ്മളെ സഹായിച്ച, നമ്മുടെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിപാടിക്ക് വേണ്ടി സഹായിച്ച, എല്ലാ നിലക്കും സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എല്ലാവർക്കും പടച്ച റബ്ബ് ഈ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ അർഹമായ പ്രതിഫലം നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹിനോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തൗഫീക്ക് നൽകട്ടെ എന്ന വസിയത്തോടെ ദുആ ചെയ്തുകൊണ്ട് നന്ദിയായി രേഖപ്പെടുത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.